നമസ്തേ. താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് സഹപാഠികളുടെ ക്രൂരമർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട സംഭവം കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥി സംഘടനകളുടെ ചരിത്രത്തിൽ ആദ്യമാണ്. കൊലപാതകം ആസൂത്രണം ചെയ്യുക, അത് നടപ്പാക്കുക, അതിനുശേഷം മർദ്ദിച്ചത് കുറഞ്ഞു പോയെന്ന് വിളിച്ചു പറയുക. നോക്കൂ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവരാണ്. ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോൾ കുട്ടിക്കൊലയാളികളായി മാറിയത്. വരും വരായികകളെ കുറിച്ച് അറിയാത്ത നിഷ്കളങ്കരായി പ്രതികളായ ഈ 5 വിദ്യാർത്ഥികളെ മാറ്റി നിർത്താനാവില്ല. പോലീസ് അറസ്റ്റ് ചെയ്ത ഈ 5 പേരും ക്രിമിനലുകളാണ്. ഇവർ ക്രിമിനലുകളായതെങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം. കുട്ടിച്ചെകുത്താന്മാരുടെ നാടായും കേരളം മാറിയോ? പ്രശസ്ത മനോരോഗ വിദഗ്ധൻ ഡോക്ടർ അരുൺ ബി നായർ, റിട്ടയേർഡ് സൂപ്രണ്ട് ഓഫ് പോലീസ് എൻ സുഭാഷ് ബാബു, തിരക്കഥാകൃത്ത് SN സ്വാമി, സംസ്ഥാന സംയോജക് വിദ്യാഭ്യാസ വികാസ കേന്ദ്രത്തിലെ BK പ്രിയേഷ് കുമാർ എന്നിവ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. ശ്രീ സുഭാഷ് ബാബു, ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ക്രിമിനൽ ഉണർന്നതല്ലേ താമരശ്ശേരിയിൽ? കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നവരെ നിഷ്കളങ്കരുടെ ഗണത്തിൽപ്പെടുത്താൻ പറ്റില്ലല്ലോ. അവർ ബോൺ ക്രിമിനൽസ് തന്നെയല്ലേ? അല്ല, വിദ്യാഭ്യാസത്തിൽ നമ്മൾ വളരെ വിഖ്യാതമായ ഒരു ചൊല്ലുണ്ട്. വിദ്യാഭ്യാസം ഒരു മനുഷ്യനാക്കാനാണ്, അല്ലെങ്കിൽ മാന്യനാക്കാനല്ല എന്ന് പറയും. വിദ്യാഭ്യാസം വ്യക്തികളെ മാന്യനാക്കാനല്ല, മനുഷ്യനാക്കാനാണെന്ന് പറയും. പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഒരു മനുഷ്യനാക്കാനുള്ള വിദ്യാഭ്യാസം ഉണ്ടോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയോ എന്നുള്ളതാണ് പ്രധാന ഘടകം. ആ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് നമുക്കൊക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വസ്തുതയാണ്. അപ്പോൾ അത് നമ്മൾ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് പറയുന്നതാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ശരിതെറ്റുകൾ ഏതായെന്ന് മനസ്സിലാക്കിയിട്ട് ശരിയുടെ ഭാഗത്തേക്ക് നിൽക്കുകയും തെറ്റും ശരിയും മനസ്സിലാക്കി തെറ്റിനെ ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം കുട്ടികളുടെ മനസ്സിൽ വളർത്തിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മളെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ലൈഫ് സ്കിൽസിൻ്റെ ഡെവലപ്മെൻറ്റ് അവിടെ നിന്നാണ് തുടങ്ങിയത്. ഇപ്പോൾ വിദ്യാഭ്യാസം വീട്ടിൽ അത് നമ്മൾക്കിപ്പോൾ സാധിക്കുന്നതിൽ പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ യുഗമായി അത് ഈ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ കുട്ടികളുടെ ഉപയോഗവും അതിനേക്കാൾ ഉപരി രക്ഷിതാക്കളെ സംബന്ധിച്ച് അവരുടെ സമയക്കുറവും അവരുടെ ശ്രദ്ധക്കുറവും ഒക്കെ ഉണ്ട്. വീടുകളിൽ ഒരുപാട് അപജയങ്ങൾ സംഭവിക്കുന്നു. ആ അപജയങ്ങളുടെ ഭാഗമായിട്ട് വീട്ടിൽ അച്ചടക്കം ശരിയായ രീതിയിൽ വളരെയധികം കുട്ടികൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ രക്ഷിതാക്കൾക്ക് അല്ലെങ്കിൽ വീട്ടിൻ്റെ സാഹചര്യം സാധിക്കുന്നില്ല. ഇനി വിദ്യാലയത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ക്യാരക്ടർ ഫോർമേഷൻ എങ്ങനെയാണ്, ഒരു സോഷ്യൽ ലൈഫ് എങ്ങനെയാണെന്ന് പഠിക്കേണ്ടത്. അവിടെ ഒരു സോഷ്യൽ ലൈഫല്ല, അവിടെ ഒരു ക്രിമിനൽ ലൈഫ് എങ്ങനെയാണെന്നാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു വർഗീയ ഛായയോ അല്ലെങ്കിൽ രാഷ്ട്രീയ ഛായയുടെ പേരിൽ വിദ്യാർത്ഥികൾ സംഘടിക്കുകയും വൈര്യനിര്യാതന ശക്തിയോടുകൂടി മറ്റ് വിദ്യാർത്ഥി സംഘടനകളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ അമർച്ച ചെയ്യാൻ വെക്കുന്ന ഒരു സംസ്കാരമാണ് വിദ്യാഭ്യാസത്തിലുണ്ടാവുന്നത്. മനുഷ്യനാക്കാനല്ല. അവിടെയൊക്കെ എന്താ പറഞ്ഞത്, അവിടെയൊക്കെ ക്രിമിനലാക്കാനാണ്. ഒരു വിദ്യാർത്ഥിയെ ക്രിമിനലാക്കാൻ എങ്ങനെ സാധിക്കും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. അവിടെ ഇടപെടേണ്ടത് ആരാണ്? നമ്മുടെ അധ്യാപകരാണ് ഇടപെടേണ്ടത്. അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് അവിടെയും ഇപ്പോൾ വളരെ കൂടുതൽ പ്രാതിനിധ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ രക്ഷിതാക്കളെ സംബന്ധിച്ചുള്ള പരിമിതിയുണ്ട്. എന്നാൽ തന്നെയും വീട്ടിൽ സാധിക്കാത്തത് എങ്ങനെ സ്കൂളിൽ സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ആ ചോദ്യത്തിന് ഉത്തരവില്ല. അപ്പോൾ അവിടെ നിന്ന് അധ്യാപകരാണ് ഈ കുട്ടികളെ നന്നാക്കേണ്ടത്. പക്ഷേ കുട്ടികളെ നന്നാക്കാൻ പോകുമ്പോൾ എന്താണെന്ന് പറയുക, ശാസിക്കണം, അല്ലെ ചെറിയ ചെറിയ ശിക്ഷകൾ കൊടുക്കണം. അപ്പോൾ വന്നു പിന്നെ നമ്മുടെ ബാലാവകാശ കമ്മീഷൻ, ബാലാവകാശ പ്രവർത്തകർ, ചൈൽഡ് ലൈൻ, അങ്ങനെ ഒരു 1/2 ഡസനോളം സംഘടനകളുണ്ട്. ഈ സംഘടനകളൊക്കെ ചാടിക്കേറിപ്പെടുന്നത് ഈ അദ്ദേഹത്തിൻ്റെ ക്രിയാത്മകമായ ഇടപെടലെ മുഴുവൻ ഈ കുട്ടിയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതായിട്ട് വ്യാഖ്യാനിച്ച് അദ്ദേഹത്തെ പ്രതിസ്ഥാനത്ത് നിർത്തി കബൾ കേസിൽ ജയിലിലടയ്ക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ട് ഈ അധ്യാപകർ ഈ വിദ്യാർത്ഥികളിൽ നിന്ന് അകന്നു പോകുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അധ്യാപകരെ അനുസരിക്കേണ്ട,
അവിടെ തന്നെയാണ് രാഷ്ട്രീയ ചേരുവയിൽ അധ്യാപക സംഘടനകളായാലും ശരി, അതുപോലെ തന്നെ ബാഹ്യമായ ഇടപെടലുകളൊക്കെ എല്ലാം പല വിദ്യാലയങ്ങളിലും അനുവദനീയമായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുന്ന അവസരത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചുള്ളൂ അവനൊരു യഥാർത്ഥ മനുഷ്യനായിട്ട് വളരാനുള്ള ലൈഫ് സ്കിൽസ് അല്ലെങ്കിൽ യഥാർത്ഥ ഒരു സോഷ്യൽ സ്കിൽസ് എന്താണ്, അല്ലെങ്കിൽ സോഷ്യൽ ബിഹേവിയറിസം എന്താണ് എന്ന് പഠിക്കേണ്ട സ്ഥലത്ത് എന്താണോ അവൻ ക്രിമിനൽ ബിഹേവിയറിസവും അതുപോലെ തന്നെ ഒരു അമർച്ചയും അതല്ലെങ്കിൽ ഒരു അതീശത്വ മനോഭാവവുമാണ് ഈ കുട്ടികളിൽ വളരുന്നത്. അപ്പോൾ എല്ലാം എനിക്ക് കിട്ടണം, എനിക്ക് മാത്രമേ ആവുള്ളൂ, ഞാനാണ് ഇവിടുത്തെ സർവാധിപതി അല്ലെങ്കിൽ ഞങ്ങളാണ് ഇവിടുത്തെ സർവാധിപതി എന്നുള്ള രീതിയിൽ അവൻ അതിൽ ആസ്വദിക്കുകയാണ്. വയലൻസ് എന്ന് പറഞ്ഞാൽ ഈ മയക്കുമരുന്നും വയലൻസും വളരെ ബന്ധപ്പെട്ടാണ്. മയക്കുമരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉപയോഗിക്കണം. വയലൻസ് കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം അത് ചെയ്തു കഴിഞ്ഞാലും കൂടുതൽ വയലൻ്റായിട്ട് കുട്ടികൾ മാറണം, അല്ലെങ്കിൽ ആളുകൾ മാറണം. കാരണം ചെറിയ വയലൻസ് അതോടുകൂടി തീർന്നു, അപ്രസക്തമായി. പിന്നെ പ്രസക്തമായി വരുന്നത് തീവ്രമായ വയലൻസിലേക്കാണ്. നമ്മൾ കണ്ടോളൂ, ഇപ്പോൾ സിനിമകളായാലും ശരി, സീരിയലുകൾ കാണാനും ശരി, പഴയ മാതിരിയുള്ള ചെറിയ ചെറിയ വയലൻസ് ഒന്നുമല്ല, ഇപ്പം വളരെ തീവ്രമായ വയലൻസ്, എന്നാലേ ആളുകൾ ഇഷ്ടപ്പെടുകയുള്ളൂ. അപ്പോൾ ആ ആളുകളെ സംബന്ധിച്ചോളം എന്താണെന്ന് പറഞ്ഞാൽ ഇതേമാതിരിയുള്ള സാമൂഹ്യമായ ഒരു ജീവിതക്രമം അവർ ശീലിക്കുന്നതിന് പകരം ഒരു ക്രിമിനൽവൽക്കരണ സ്വഭാവമാണ് അവരുടെ മാനസികമായിട്ട് അവരുടെ മസ്തിഷ്കത്തിലേക്ക് അടിച്ചേൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഠിക്കാനും മറ്റ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ട് എന്ന് നമുക്ക് പറയാം. പക്ഷേ എന്നാലും പഠിക്കാതെ ജയിച്ചു കഴിയുന്നാൽ അവസരത്തിൽ 10ാം ക്ലാസ് വരെയല്ലേ ചോദ്യമുള്ളൂ. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ പോയോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ അപ്പോൾ എങ്ങനെ 17 വയസ്സ് 16 വയസ്സ് 17 വയസ്സാകും, ഒരു കൊല്ലം കഴിഞ്ഞാൽ 18 വയസ്സാകും. പിന്നെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പിന്നെ വലിയ ആളായി, അവനെ ചോദ്യം ചെയ്യാൻ പറ്റാത്തതായി. പിന്നെ അവൻ ചിലപ്പോൾ നന്നാവും, ചിലപ്പോൾ വഴിവഴിച്ചു പോവും. അവിടെ വെച്ച് ഇവിടാണ് ഏറ്റവും വലിയ പ്രധാന ഘടകം ക്രിമിനൽവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു 10 വയസ്സ് അല്ലെങ്കിൽ 12 വയസ്സ് കഴിഞ്ഞാൽ ഒരു 18 വയസ്സ് വരെ അല്ലെങ്കിൽ 20-22 വയസ്സ് വരെ എന്ന് പറയുമ്പോൾ ഇവനൊരു പരീക്ഷണ സ്വഭാവത്തിൻ്റെ പരീക്ഷണ ഘട്ടമാണ്. ഈ പരീക്ഷണ ഘട്ടത്തിൽ എന്തും പരീക്ഷിച്ച് നോക്കി ആസ്വദിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ ഗുണദോഷങ്ങൾ മനസ്സിലാക്കാനല്ല, അതിനകത്തിലെ സുഖത്തിലും അതേമാതിരിയുള്ള അതിനകത്തിലുള്ള ലഹരിയിൽ അഭിരമിക്കാനുള്ള ഒരു വാഞ്ചയാണ് നമ്മുടെ പുതുതലമുറ കാണുന്നത്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കൂട്ടുകെട്ടിലൂടെ അല്ലെ സാഹചര്യങ്ങൾ കൊണ്ട്, പിന്നെ നമ്മുടെ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നുണ്ട്. അതിനൊപ്പം സംവിധാനങ്ങളെ പരാജയപ്പെടുത്തുന്ന രീതിയിലുള്ള ഇടപെടലുകൾ, സാമ്പത്തികമായാലും ശരി രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളിലൂടെ ഈ സംവിധാനങ്ങളെ നിർജ്ജീവമാക്കുന്നു. പിന്നെ സംവിധാനങ്ങൾക്ക് താല്പര്യമില്ലാതെ വരുന്നു, ഉത്തരവാദിത്വ ബോധമില്ലാതെ പ്രവർത്തിക്കുന്നു. അത് വരുന്ന അവസരത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇത് അമർച്ച ചെയ്ത്, കാരണം ഇത് കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യാനേ പറ്റുള്ളൂ, അല്ലാണ്ട് ഇത് നിർത്താൻ പറ്റില്ല. അത് നിർത്തണമെങ്കിൽ കൺട്രോൾ വളരെ എഫക്റ്റീവ് ആയിരിക്കണം. അതിനോട് തന്നെ നമ്മുടെ സ്വഭാവ രൂപവൽക്കരണത്തിന് ഒരു സാധാരണ മനുഷ്യനായിട്ട് ജീവിക്കുന്നതിന് ഇതിനെയൊക്കെ അതായത് എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള ഒരു മനസ്സ്, അത് ഇതിൽ ചീത്തയാണ് എന്ന് തിരിച്ചറിയാനും അത് പറയാനുമുള്ള ഒരു ആർജവം ഈ കുട്ടികളിൽ ഉണ്ടാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ പൂർണ്ണമായി പരാജയപ്പെട്ടു പോയതിൽ നിന്നാണ് ഈ ക്രിമിനൽവൽക്കരണം ഉണ്ടാകുന്നത്. അവിടെ വരുമ്പോൾ എന്താണ്, ഈ കുട്ടികളെ സംബന്ധിച്ചോളം ഞാനാണ് വലുത്, ഞങ്ങളാണ് വലുത് എന്നുള്ള രീതിയിൽ ആ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മറ്റാളുകളെ വെല്ലുവിളിക്കുക, ഭീഷണിപ്പെടുത്തുക, ആക്രമിക്കുക, അതുപോലെ മർദ്ദിക്കുക. പിന്നെ ഇതേമാതിരിയുള്ള അക്രമം നടത്തുന്ന അവസരത്തിൽ കൊലപാതകമൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരും. ഇത് ചെറിയ കുട്ടികളാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ അതിന് കൊലപാതകതി ഒന്നിപ്പം ശ്രീ നമ്പ്യാർ ഒരു വർത്തമാനം പറഞ്ഞു, അവരൊക്കെ കൊലപാതകം എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കേസെടുക്കും കേട്ടോ. അതായത് കുട്ടികളെ നിയമവുമായിട്ട് ഏതെങ്കിലും ഒരു നിയമമാണെങ്കിൽ ആ നിയമമായിട്ട് കലഹിച്ച് നിൽക്കുന്നതെന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. മറ്റേത് പറഞ്ഞാൽ തന്നെ അവിടെ ഒരു ബാലപീഡനമായിട്ട് വരും. ചിലപ്പോൾ നാളെ ഇപ്പം ഒരു കേസ് കൊടുക്കണമെന്ന് പറഞ്ഞൊക്കെ ആളുകൾ വന്നുവെന്ന് വരും. അപ്പം നമ്മളിത് പറയാൻ തന്നെ പാടില്ല എന്നാണ് പറയുന്നത്. കുട്ടികൾ ഇതേമാതിരി വൃത്തികേടുകളും ഇതേമാതിരിയുള്ള അക്രമങ്ങളും കാണിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഭത്സിക്കുന്ന ഭാഷ പോലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇതിനൊക്കെ എങ്ങനെ നന്നാക്കണമെന്ന് ആർക്ക് ഉദ്ദേശമുണ്ടോ? നിയമമുണ്ട്, സംരക്ഷണമുണ്ട്. അതെന്തിനാണ്? നല്ലതായിട്ട് പിള്ളേർ വളരാനാണ്. അല്ലാണ്ട് ക്രിമിനലുകളായി പോകുന്ന കുട്ടികളെ നന്നാക്കാൻ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പൗരാവകാശം കൊടുക്കുക അല്ലെങ്കിൽ ബാലാവകാശം കൊടുക്കുക, അതിന് വേണ്ടിയിട്ട് സംവിധാനങ്ങൾ നിലനിൽക്കുക എന്ന് പറഞ്ഞത് ഇവിടുത്തെ മൂല്യച്യുതിയാണ്. അതുകൊണ്ട് അധ്യാപകരെ സംബന്ധിച്ചുള്ളൂ, അധ്യാപകർക്ക് കുട്ടികളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അവിടെ ഒരുപാട് ബാഹ്യമായ ഇടപെടലിൽ, പിന്നെ നിരുത്തരവാദപരമായി ഈ രക്ഷകർത്താക്കളുടെ പ്രവർത്തനങ്ങൾ അധ്യാപകർ പലരും നമ്മളോടൊക്കെ പറയുന്നുണ്ട്. എല്ലാവർക്കും അറിയാം, ഡോക്ടർ അരുണിനൊക്കെ നന്നായിട്ട് അറിയുന്നതാണ്. അദ്ദേഹം പല ചാനലിലും സംസാരിക്കുമ്പോൾ നമ്മളോടൊപ്പം പറഞ്ഞിട്ടുള്ളതാണ്.
അപ്പോൾ ഇതെന്താന്ന് പറഞ്ഞാൽ അധ്യാപകരെ ഇന്ന ഒരു കുട്ടിക്കൊരു തകരാറുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ അതില്ല തന്നെന്തായി അവസാനം ഈ അധ്യാപകനെ ഏതെങ്കിലും രീതിയിൽ പിന്നെ അപമാനിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു കേസിൽപ്പെടുത്തുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു പരാതി കൊടുക്കുക. എന്നിട്ട് ആ വ്യക്തിയുടെ ആ ഒരു സംവിധാനത്തിന്, അധ്യാപകൻ എന്നുള്ള സംവിധാനത്തിന് തന്നെ ഒരു എന്താ പറഞ്ഞത് മൂല്യച്യുതി വരുന്ന മാതിരി, അല്ലെങ്കിൽ മാനസികമായിട്ടൊരു തിരുവനന്തപുരത്ത് ഒരു മാസം മുമ്പ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഏഷ്യയിലെ ഏറ്റവും വലിയ വിദ്യാലയത്തിൽ ശ്രീ സുഭാഷ് ബാബു ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കേണ്ട വളരെ ഗൗരവതരമായ ഒരു ഉത്തരവാദിത്വം നിക്ഷിപ്തമായി എന്നുള്ള രീതിയിൽ മുമ്പ് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ അത് മന്ദീഭവിച്ചു പോയ, ഇപ്പം അസ്തമിച്ചു പോയ ഒരു അധ്യാപക സംസ്കാരമാണ് ഇപ്പോൾ. നമ്മളെ അധ്യാപകരെ അധികം പറയാൻ പറ്റില്ല. അതിനകത്ത് കുറേ പുഴുക്കുത്തുകളൊക്കെ ഉണ്ട്. കാരണം ഈ പിള്ളേരുടെ കൂടെ ചേർന്ന് നിന്ന് ലഹരി ഉപയോഗിക്കുക, അക്രമത്തിന് അവർക്ക് വേണ്ട പ്രേരണയും ഒത്താശകളും വെച്ചുവിടുന്ന അധ്യാപകന്മാരൊക്കെ ഉണ്ട്. ഇവരൊക്കെ തിരിച്ചറിയാത്തതുകൊണ്ടല്ല ഇവനെ വരുന്ന കുറേ എണ്ണത്തിനെ പിടിച്ച് പുറത്താക്കുക അവിടുന്ന്. ഇതേമാതിരിയൊക്കെ നമ്മുടെ കുട്ടികൾ നാളെ എങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താ ഇവൻ്റെ വീട്ടിൽ, നമ്മളൊക്കെ വീട്ടിൽ ഇരിക്കാൻ പറ്റും? ഇപ്പം കണ്ടില്ലല്ലോ, ഓരോരുത്തരുടെ വീട്ടിൽ നിന്നല്ലേ കുട്ടികൾ കൊല്ലുന്നത്. സ്വന്തം അമ്മ, അതായത് പണ്ട് എന്തിനും ഏതിനും നമ്മൾ അമ്മയുടെ അടുത്ത് അമ്മയെ ആശ്രയിക്കുന്നത്. അമ്മയോട് പറയണം ഭക്ഷണം വേണം, അല്ലെങ്കിൽ വേണം. ഇനി അച്ഛനോട് തന്നെ എന്തെങ്കിലും പറയാൻ അധിക കുട്ടികൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അമ്മയിലൂടെയാണ് കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുന്നത്. ആ കുട്ടിയെ സംബന്ധിച്ച് അത് കുട്ടിയുടെ പ്രശ്നം പറയുന്നത് എങ്ങനെയാണ്. പിന്നെ അപൂർവമായിട്ട് തന്നെ ചില രക്ഷിതാക്കൾ അല്ലെങ്കിൽ പിതാക്കൾ കുട്ടികളായിട്ട് സംവദിക്കാറുള്ളൂ. അങ്ങനെയുള്ള സ്ഥലത്ത് ഇപ്പോൾ എന്താണ്, അവർക്ക് അമ്മയെ ആവശ്യമില്ല. അമ്മയെ പണ്ട് ഗുണപാഠങ്ങൾ പറഞ്ഞു കൊടുക്കാനും കഥ പറഞ്ഞു കൊടുക്കാനും കാര്യങ്ങൾ കേട്ട് അവന് മാനസികമായ സാന്ത്വനം നൽകാനൊക്കെയുള്ള അമ്മയുണ്ട്. ആ അമ്മയുടെ സ്ഥാനം പോയി ഇപ്പോൾ. അവിടെ എന്താണെന്ന് പറഞ്ഞാൽ അവിടെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയും അതിനേക്കാളുപരി നമ്മുടെ ഈ ഡിജിറ്റൽ ഉപകരണങ്ങളും ഒക്കെയാണ് അവൻ്റെ ഉറ്റ സുഹൃത്തുക്കൾ. അപ്പോൾ വീട്ടിലാരും വേണ്ട, അമ്മ വേണ്ട, അച്ഛൻ വേണ്ട, ആരും വേണ്ട, അവരൊക്കെ നമ്മുടെ ശത്രുക്കളാണ്. ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് എൻ്റെ ഇഷ്ടം അനുവദിച്ചു തന്നില്ലേ അവനെ ശത്രു, അല്ലെ അമ്മയായാലും അച്ഛനായാലും സഹോദരിയായാലും സഹോദരനെ ശത്രുക്കളായി കാണുക, അവരെ ഇല്ലായ്മ ചെയ്യുക, അവരെ നശിപ്പിക്കുക, നശിപ്പിച്ചതിന് ശേഷം എനിക്ക് മേധാവിത്വം വരണം എന്ന് പറഞ്ഞ ഒരു ദുഷിച്ച പ്രവണത, ആ വ്യക്തിത്വം എന്ന് പറഞ്ഞത് ആ വ്യക്തിത്വ വികാസം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സോഷ്യൽ അയാളെ ഒരു ലൈഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എന്താണ് അവൻ യഥാർത്ഥത്തിൽ ജീവിതം എന്നുള്ളത് മനസ്സിലാക്കാനുള്ള സാഹചര്യം നശിച്ചതുകൊണ്ട് ഇങ്ങനെ വരുന്നു. ഇനിയിപ്പം ഈ കുട്ടികളൊക്കെ ഈ കേസിൽ പ്രതികളായിട്ടുണ്ട്, അല്ലെങ്കിൽ കലഹിച്ച് നിൽക്കുന്ന കുട്ടികളാണെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അവിടെ കൊണ്ട് കഴിഞ്ഞാൽ അവിടെ എന്താ നടക്കുന്നത് നമുക്കറിയാമല്ലോ. അവിടെ നടക്കുന്നതൊക്കെ അവിടെയൊക്കെ വലിയ പ്രൊട്ടക്ഷനാണ്. എന്തിന് ഇങ്ങനെയുള്ള പിള്ളേർക്കൊക്കെ എന്ത് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ അവരെ 16 വയസ്സിന് ശേഷമുള്ള ആളുകളെ വേണമെങ്കിൽ മറ്റേ ഗണത്തിൽപ്പെടുത്തി ട്രയൽ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടൊരു നിയമത്തിലൊരു വ്യവസ്ഥയൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും ഇവിടെ ആരും നടത്തുന്നില്ല, നടക്കാനും സമ്മതിക്കുകയില്ല. അപ്പോൾ ഇതുകൊണ്ട് ഈ ക്രിമിനൽ വാസനയുള്ള കുട്ടികളാണെങ്കിൽ അവരെ സംബന്ധിച്ചോളം അവരെ മറ്റ് സ്ഥലങ്ങളിൽ കൊടുക്കാതെ അവരെ ഐസൊലേറ്റ് ചെയ്ത് പ്രത്യേക ഒരു പണ്ടത്തെ ബോസ്റ്റർ സ്കൂൾമാർ എപ്പോഴും സംവിധാനങ്ങളുള്ളൂ, അതേമാതിരി പുതിയൊരു സംവിധാനം ഉണ്ടാക്കട്ടെ. ഇവനെ അവിടെ കൊണ്ടിട്ട് നന്നായി എന്ന് ഉത്തമ ബോധ്യം വരുന്നതിന് അവിടെ കിടക്കട്ടെ. അതല്ലെങ്കിൽ ഇങ്ങോട്ട് തെരഞ്ഞു വിട്ട് നാളെ പിന്നെയും വന്നു കഴിഞ്ഞാൽ ഇത് തന്നെയല്ലേ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഈ സംവിധാനങ്ങൾ നന്നാവണം. സംവിധാനങ്ങൾ നന്നായിട്ട് കുട്ടികളെ നേർവഴിക്ക് നടത്താൻ പറ്റുന്നില്ല, വിദ്യാഭ്യാസം നടത്തില്ല, വീടിൽ പറ്റുന്നില്ല, പിന്നെ സാമൂഹ്യ സാഹചര്യങ്ങൾക്ക് പറ്റുന്നില്ല, പിന്നെ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞ ഇവരെയൊക്കെ സമൂഹത്തിൽ നിന്ന് ഐസൊലേറ്റ്, പണ്ടൊക്കെ നമ്മൾക്കറിയാലോ ഹോസ്പിറ്റലിൽ ഐസൊലേഷൻ വാർഡുകൾ ഉണ്ടാക്കുന്ന മാതിരി ഇങ്ങനെയുള്ള കുറേ എണ്ണത്തിനെ അവിടെ കൊണ്ടിട്ടാലേ പറ്റുള്ളൂ. അവിടെ പഠിപ്പിച്ചോ, എന്ത് വേണേ പഠിപ്പിച്ചോളൂ, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് കുട്ടികളെ പഠിപ്പിച്ചോട്ടെ. എന്നാൽ ശരി, ഇവനെ ഈ സമൂഹത്തിൽ ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, കൂട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാക്കുക, സമൂഹത്തിന് പ്രശ്നം ഉണ്ടാക്കുക, നാണക്കേട് ഉണ്ടാക്കുന്നതിൽ ഇവരെ പിന്തിരിപ്പിക്കണം. അതാണ് ഈ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതിന് സംവിധാനങ്ങൾ ഗൃഹം മുതൽ മുകളിലോട്ടുള്ള എല്ലാ സംവിധാനങ്ങളും മാറ്റപ്പെടണം, മാറ്റപ്പെട്ടേ പറ്റുള്ളൂ. ഓരോരുത്തർക്കും അർഹമായ അംഗീകാരവും കൊടുക്കണം, അധികാരം കൊടുക്കണം. അധ്യാപകരെ സംബന്ധിച്ച് അനാവശ്യം അവരെ കുറ്റപ്പെടുത്തി അവിടെ ബാലാവകാശം പൗരാവകാശം എന്നൊക്കെ പറഞ്ഞ് കയറി ഇറങ്ങരുത്. ഇപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ബാലാവകാശ കമ്മീഷൻ പറയാം അത് അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല. മനുഷ്യാവകാശ കമ്മീഷൻ പറയാം കൊണ്ടുപോകാൻ റിപ്പോർട്ട് പിടി, എന്ത് നമുക്കറിയാം അവർക്ക് എന്തുമാത്രമൊക്കെ അധികാരം ഉണ്ടെന്ന് നമുക്കൊക്കെ അറിയാം. എന്നാൽ തന്നെയും ഇത് ആളുകളെ സംബന്ധിച്ചുള്ള അവരുടെ മാനസികമായിട്ട് തകർച്ച, അതായത് ഉത്തരവാദിത്വത്തോടു കൂടിയിട്ട് ആർജവമായി പ്രവർത്തിക്കുന്ന വ്യക്തികളെ മാനസികമായി തളർത്താനുള്ള ഒരു സംവിധാനമായിട്ട് ഈ കമ്മീഷനുകൾ മാറിപ്പോകുന്നു. അതുപോലെ തന്നെ ഈ കുട്ടികളെ സംരക്ഷിക്കുന്ന മറ്റ് സംവിധാനങ്ങളൊക്കെ ചെറിയ ചെറിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ സംവിധാനങ്ങളൊക്കെ ചൈൽഡ് ലൈൻ ഉൾപ്പെടെ ഞാൻ അവരും പറയും, ഞാനൊക്കെ അതുമായിട്ട് ഒരുപാടൊക്കെ പണ്ടുകാലം മുതൽ ബന്ധപ്പെട്ടിരുന്നൊരു വ്യക്തിയാണ്. അവരെ സംബന്ധിച്ചുള്ള അവരുടെയൊക്കെ വഴി മാറിയിരിക്കുന്നു എന്നാണ്. കാരണം കുട്ടികളുടെ സ്വാതന്ത്ര്യമാണ്, ബാക്കി ആളുകളൊന്നും
കുട്ടികളെ നിയന്ത്രിക്കാൻ പാടില്ല. പിന്നെ എങ്ങനെ കുട്ടികൾ നന്നാവുന്നത്? അവർക്കറിയോ? ശരിതെറ്റുകൾ അറിയുമോ? ഇല്ല. ശരിതെറ്റുകൾ മനസ്സിലാക്കാൻ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് ഈ പ്രായം. ഈ പ്രായം പരീക്ഷണത്തിൻ്റെ കാലഘട്ടമാണ്. അവിടെ വെച്ചിട്ട് കുട്ടികളെ സ്വദേശം ഇടുക, അവരുടെ സ്വാതന്ത്ര്യമാണ് വലുതെന്ന് പറഞ്ഞു വിട്ടാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാറ്റം വരാതെ ഇത് രക്ഷപ്പെടുമെന്ന് ആരും ചിന്തിക്കേണ്ട. ഓക്കെ, തിരുവനന്തപുരത്തെ ഏഷ്യയിലെ ഏറ്റവും വലിയ വിദ്യാലയത്തിൽ ഇതുപോലെ വിദ്യാർത്ഥികളെ വഴിതെറ്റിപ്പോകുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി അവരെ നേർവഴിക്ക് നടത്താൻ ശ്രമിച്ച ഒരു അധ്യാപകനെ ഒടുവിൽ മാനേജ്മെൻറ്റിന് പുറത്താക്കേണ്ടി വന്നു. ശ്രീ പ്രിയേഷ് കുമാർ, അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിൻ്റെ ഊഷ്മളത കുറഞ്ഞിരിക്കുന്നു. അധ്യാപകനോട് വിദ്യാർത്ഥികൾക്ക് ആദരവില്ല, അധ്യാപകനെ വിദ്യാർത്ഥികൾക്ക് ഭയമില്ല, വിദ്യാർത്ഥികളുടെ തോന്യാസങ്ങൾക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന അധ്യാപകരുമുണ്ട്. കക്ഷി രാഷ്ട്രീയമാണ് ഇവരെ ഒന്നിപ്പിക്കുന്ന ചാലകശക്തി. വിദ്യാലയങ്ങളിലുമുണ്ട്, അത് കലാലയങ്ങളിലുമുണ്ട്. അവിടെ കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നു, പരസ്പര സഹായ സംഘങ്ങളായി പ്രവർത്തിക്കുന്നു. അധ്യാപകർ അവരുടെ വില കളഞ്ഞ് കുളിക്കുകയാണ്. ഇപ്പം നോക്കൂ, ഇവിടെ താമരശ്ശേരി ട്യൂഷൻ സെൻറ്ററിലെ സെൻഡ് ഓഫ്, ആ യാത്രയായപ്പോൾ DJ പാർട്ടിയായിരുന്നു. അധ്യാപകർ കൂടി പങ്കാളികളായ പാർട്ടി. തല്ലിലേക്ക് കലാശിച്ചതിൻ്റെ ഹേതു ഈ DJ പാർട്ടിയായിരുന്നു. ശ്രീ പ്രിയേഷ് കുമാർ, കൈവിട്ട് പോയില്ലേ? തിരിച്ചെടുക്കാൻ പറ്റുമോ നമുക്ക്? ശ്രീ അനിൽ നമ്പ്യാർ ചോദിച്ച ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്ന് കേരളത്തിൽ ഇന്ന് എല്ലാവരുടെയും ആശങ്ക അതാണ്. എല്ലാം കൈവിട്ടു പോയി, നമുക്കിത് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ എന്നൊക്കെയുള്ളതാണ്. തീർച്ചയായിട്ടും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ, പ്രത്യേകിച്ച് കലാലയങ്ങളിൽ രാഷ്ട്രീയ അതിപ്രസരം വളരെ കൂടുതലാണ്. ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് എല്ലാ മേഖലയിലും രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ അതിപ്രസരം, അത് ഉണ്ടാക്കിയ ദുരന്തം, അത് കേരളത്തിലെ വളരെ വലിയൊരു ദുരന്തം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അധ്യാപക സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ, ഇതൊക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകങ്ങളായി മാറുക, രാഷ്ട്രീയ പാർട്ടികൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള, പൊതുമധ്യത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഇവരെ ഉപയോഗപ്പെടുത്തുക, ഇങ്ങനെയൊക്കെ നടന്ന ഒരു ദീർഘകാലം നടന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഇന്ന് കേരള സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇത്തരം ഒരു ചർച്ചയിൽ രാഷ്ട്രീയം പറയുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം. എന്നാലും പക്ഷേ നമുക്കത് പറയാതിരിക്കാൻ വയ്യ. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു അവരുടെ ഒരു പ്രവർത്തന രീതി, അത് കേരളത്തിൻ്റെ എല്ലാ മേഖലയെയും പിന്നോട്ട് വലിച്ചതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ അത് വളരെ വലിയ ഒരു ദുരന്തമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, പല രാഷ്ട്രീയ കാര്യങ്ങൾ കൊണ്ട് പലരും രക്ഷപ്പെട്ടു പോകുന്നു, പല പ്രശ്നങ്ങളും മൂടി വയ്ക്കപ്പെടുന്നു, പല പ്രശ്നങ്ങളും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വിപുലീകരിക്കപ്പെടുന്നു, അധ്യാപകരെ പുറത്താക്കേണ്ട അവസ്ഥ മാനേജ്മെൻറ്റുകൾക്ക് ഉണ്ടാകുന്നു. എന്തുകൊണ്ടങ്ങനെ മാനേജ്മെൻറ്റുകൾക്ക് അധ്യാപകരെ പുറത്താക്കേണ്ടി വരുന്നത്? അതിൻ്റെ പിന്നിലൊക്കെ രാഷ്ട്രീയമാണ്, രാഷ്ട്രീയത്തിൻ്റെ ഇടപെടലുകളാണ്. അപ്പോൾ കേരളത്തിലെ നമുക്കുണ്ടായിരുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ, സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ ബഹുമാനം ആൾക്കാർക്ക് ഉണ്ടായിരുന്നത് സ്കൂൾ അധ്യാപകരോടാണ്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു സ്കൂൾ അധ്യാപകൻ ഒരു പൊതുമധ്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു സൈലൻസ്, അവിടെ ആളുകൾക്കുണ്ടാകുന്ന ബഹുമാനം അദ്ദേഹത്തോടുള്ള, പ്രത്യേകിച്ച് കല്യാണ വീടുകളിലൊക്കെ കോളേജ് പ്രൊഫസർമാർക്ക് പോലും കിട്ടാത്ത ഒരു വളരെ വലിയൊരു ബഹുമാനം കേരളത്തിലെ സ്കൂൾ അധ്യാപകർക്ക് മുൻകാലങ്ങളിൽ കിട്ടിയിരുന്നു. കാരണം അവരാണ് നമ്മുടെ കുട്ടികളെ, നമ്മുടെ തലമുറയെ വാർത്തെടുക്കുന്നത് എന്നുള്ള ഉത്തമമായ ബോധ്യം നമ്മുടെ സമൂഹത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഒരു വിവാഹ വീട്ടിലേക്കൊക്കെ എത്ര വലിയ ആഘോഷം നടക്കുന്ന വിവാഹ വീടുകളിലൊക്കെ തന്നെ നമ്മുടെ സ്കൂൾ അധ്യാപകൻ കയറി വരുന്ന സമയത്ത് അവിടെ പെട്ടെന്ന് സൈലൻ്റ് ആവും, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു വളരെ വലിയൊരു ബഹുമാനത്തിന് കേരളത്തിലെ സ്കൂൾ അധ്യാപകരോട് നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുവന്ന പ്രചരണങ്ങളും തെറ്റായ നവോത്ഥാനമെന്നും പുരോഗമനമെന്നും ഒക്കെ നമ്മൾ വിളിച്ച്, ഓമനപ്പേരിട്ട് വിളിച്ച് നമ്മളെ സമൂഹത്തിലുണ്ടാക്കിയ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, ഇതൊക്കെ തകർത്തപ്പോൾ ഉണ്ടായ ഒരു ദുരന്തമാണ് ഇന്ന് നമ്മുടെ കേരളത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ അധ്യാപകരുടെ ഭാഗത്തും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് പണ്ട് സ്കൂളുകളിലെ അധ്യാപകർ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക, വൈകുന്നേരങ്ങളിൽ അവരുടെ വീടുകളിൽ പോവുക, രക്ഷിതാക്കളുമായിട്ട് സംസാരിക്കുക,
അവരുടെ പഠനങ്ങളെക്കുറിച്ച് രക്ഷിതാക്കളുമായിട്ട് സംവദിക്കുക, ഇത്തരത്തിലുള്ള രീതികളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കേരളത്തിലെ അധ്യാപകർ നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ അധ്യാപകരും അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കേരളത്തിലെ വളരെ വലിയ ഒരു വിഭാഗം അധ്യാപകർ അധ്യാപനം എന്ന പ്രവർത്തനത്തിനുപരിയായി അവർക്ക് മറ്റു പല ആക്ടിവിറ്റിയിലും അവർ ആകൃഷ്ടരാണ്. പല സ്കൂൾ അധ്യാപകരും അധ്യാപനത്തെക്കാൾ ഉപരി പ്രാധാന്യം കൊടുക്കുന്നത് പല നെറ്റ്വർക്ക് ഏജൻസികൾ, പണം ഇരട്ടിപ്പ് സംഘടനകൾ, LIC ഏജൻസിയൊക്കെ എടുത്തിട്ട് അതിന് പ്രാമുഖ്യം കൊടുക്കുക, അതിൽ രക്ഷിതാക്കളെ അംഗങ്ങളാക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക, അതിൽ അംഗങ്ങളാവുന്ന രക്ഷിതാക്കളുടെ കുട്ടികളോട് പ്രത്യേക വാത്സല്യം കാണിക്കുക, അതിൽ കൂട്ടുനിൽക്കാത്ത രക്ഷിതാക്കളുടെ കുട്ടികളോട് അകൽച്ച ഉണ്ടാക്കുക. ഇത്തരത്തിലുള്ള ഒരു പ്രവണതയിലേക്ക് കേരളത്തിലെ വളരെ വലിയൊരു വിഭാഗം അധ്യാപകരും പോയി. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം, കഴിഞ്ഞ വർഷം ഞാൻ ഒരു ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ തൊട്ടപ്പുറത്ത് ഒരു സ്കൂൾ അധ്യാപകനും ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം എന്നെ പരിചയപ്പെട്ടു, ഞാൻ അദ്ദേഹത്തെയും പരിചയപ്പെട്ടു. അപ്പോൾ എന്നോട് എന്താ ജോലി എന്ന് ചോദിച്ചു. ഞാൻ എന്താ ജോലി പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, ആ ജോലി അല്ലാതെ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടോ? ഞാൻ ചോദിച്ചു, എന്താ സാർ ഉദ്ദേശിച്ചത്, എനിക്ക് മനസ്സിലായില്ല. അല്ല, എന്തെങ്കിലും നെറ്റ്വർക്കിംഗ് ഏജൻസിയോ അല്ലെങ്കിൽ കൂടുതൽ സാമ്പത്തികം ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് ജീവിക്കാൻ ആവശ്യമായത് എൻ്റെ ജോലിയിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ സ്കൂൾ അധ്യാപകനാണ്, പക്ഷേ ഞാനിപ്പോൾ പോകുന്നത് എൻ്റെ ഞാൻ നടത്തുന്ന ഒരു സാമ്പത്തിക ഇരട്ടിപ്പ് നടത്തുന്ന ഒരു ഏജൻസിയുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അധ്യാപകരുടെ പ്രയോറിറ്റി മാറുകയാണ്. അധ്യാപനം നാളെ എന്താണ് എൻ്റെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്, അത് പാഠപുസ്തകത്തിൽ എന്താണ്, പാഠപുസ്തകത്തിന് പുറത്തു നിന്ന് എന്തെല്ലാം മൂല്യങ്ങൾ അവരെ പഠിപ്പിക്കണം എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരുന്ന അധ്യാപകരുടെ മനസ്സിലേക്ക് അധ്യാപനം എന്നുള്ള രീതി വിട്ട് അവർ മറ്റു പല മേഖലയിലേക്കും തിരിയുകയാണ്. ഇതും നമ്മുടെ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു വളരെ വലിയൊരു പങ്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കുണ്ട്. കലാലയങ്ങളിൽ നമുക്കറിയാം, കേരളത്തിലെ കലാലയങ്ങളിൽ ഏറ്റവും നല്ല ഇന്ന് നമ്മുടെ പ്രിയേഷ് കുമാർ അവിടെ ഇന്ന് മന്ത്രി MP രാജേഷിൻ്റെ ഒരു പ്രസ്താവന, അത് താങ്കൾ കണ്ടോ എന്നറിയില്ല. അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയവാദമാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനം എന്നാണ്. കേരളത്തിലെ ക്യാമ്പസുകൾ, വിദ്യാലയങ്ങൾ ഒക്കെ രാഷ്ട്രീയവാദികളെ കൊണ്ട് നിറയുന്നു. അതിൻ്റെ ഒരു ദുരന്തം ആണ് നമ്മൾ അനുഭവിക്കുന്നതെന്നാണ് വിദ്യാർത്ഥി സംഘടനയിലൂടെ ഇപ്പോൾ മന്ത്രിയായ MP രാജേഷ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാ പറഞ്ഞത്, ഈ അരാഷ്ട്രീയവാദത്തിലേക്ക് കേരള സമൂഹത്തെ നയിച്ചത് എന്താണ്? കേരളത്തിലെ കലാലയങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും പ്രത്യേകിച്ച് SFI പോലുള്ള പ്രസ്ഥാനങ്ങൾ നിരന്തരമായി ഉണ്ടാക്കിയ സംഘർഷങ്ങൾ, ആ സംഘർഷങ്ങളാണ് വിദ്യാർത്ഥി സംഘടനകൾക്കെതിരെ ചിന്തിക്കാൻ കേരളത്തിലെ സമൂഹത്തെ പ്രേരിപ്പിച്ചത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവങ്ങളായിരുന്നു പരുമലയിലെ 3 വിദ്യാർത്ഥികളെ കൊലപ്പെടുത്തി പമ്പ നദിയിലേക്ക് ഓടിച്ച വിദ്യാർത്ഥികളെ പിറകെ ഓടിച്ച് അവർ പ്രാണരക്ഷാർത്ഥം പമ്പാ നദിയിൽ ചാടി അവരെ കല്ലെടുത്തെറിഞ്ഞ് മുക്കിക്കൊന്നു. അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ച ആ പുഴയിൽ കുളിച്ചുകൊണ്ടിരുന്ന വനിതകളെ വരെ അന്നത്തെ SFI പ്രവർത്തകർ ആക്രമിച്ചു. അങ്ങനെ നമ്മുടെ കലാലയങ്ങളിൽ എത്ര വിദ്യാർത്ഥികളെ ജീവനാണ് നഷ്ടപ്പെട്ടത്? ഇങ്ങനെ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ടോ? ഒരു സംസ്ഥാനത്തും ഉണ്ടായിട്ടില്ല. ആന്ധ്രയിൽ ഉണ്ടായിട്ടുണ്ട്, അത് പക്ഷേ അത് നക്സലൈറ്റ് പ്രസ്ഥാനത്തിന്റെ സിദ്ധാർത്ഥനെ കൊന്നതും വേറെ ഒരു ഭാരതത്തിലെ ഒരു സംസ്ഥാനത്തും SFI-കാരാണല്ലോ. അതെ അതെ അതെ, അത് ഞാൻ പറഞ്ഞ അല്ല, വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനം കലാലയങ്ങളിലെ SFI-യുടെ അക്രമം മൂലം വളരെ കുറഞ്ഞ രീതിയിലേക്ക് വന്ന് SFI മാത്രമുള്ള സ്ഥലങ്ങളിൽ എന്താ ചെയ്യുന്നത്? സിദ്ധാർത്ഥനെ പോലുള്ള ആളുകൾ ഉണ്ടാവുന്നു. കഴിഞ്ഞ ദിവസം കോട്ടയത്തുണ്ടായ സംഭവങ്ങൾ. അപ്പം ഒന്നുകിൽ അവർ മറ്റ് വിദ്യാർത്ഥി സംഘടനകളിൽപ്പെട്ട ആളുകളെ ആക്രമിക്കുന്നു, കൊലപ്പെടുത്തുന്നു. ആ മറ്റ് സംഘടനകളെ പ്രവർത്തിക്കാൻ സാഹചര്യമില്ലാത്ത സ്ഥലങ്ങളിൽ അവർ സാധാരണ വിദ്യാർത്ഥികളെ ആക്രമിക്കുന്നു. അപ്പം ഇതിനൊക്കെ അവർ കൂട്ടുനിൽക്കുകയാണ്. കേരളത്തിലെ ഹൈക്കോടതിയാണ് കേരളത്തിലെ സ്കൂളുകളിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നിരോധിച്ചത്. എന്തുകൊണ്ടാണ് നിരോധിച്ചത്? പരുമല പോലുള്ള സ്ഥലങ്ങളിലുണ്ടായ SFI നടത്തിയ അക്രമങ്ങളാണ് ഹൈക്കോടതിയെയും കേരള സമൂഹത്തെയും വിദ്യാർത്ഥി സംഘടനകൾക്കെതിരാക്കി മാറ്റിയത്. ഇതല്ലാത്ത ഒരു ക്രിയേറ്റീവ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ഒന്ന് ഉണ്ട്. അത് സമൂഹത്തിലെ വിദ്യാർത്ഥികളെ അതിൽ കരുത്തരാക്കാൻ, നേതൃത്വ ശക്തിയുള്ളവരാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ പോയി അറിയാൻ സാധിക്കും. അവിടെ എങ്ങനെയാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തുന്നത്? വിദ്യാർത്ഥികളെ വളരെ ക്രിയാത്മകമായി ചിന്തിപ്പിക്കുന്നു. അവരെ സമരാത്മകമായും പ്രാതിനിധ്യാത്മകമായും ക്രിയാത്മകമായി, അതായത്
അവർ ക്രിയാത്മകമായ പുതിയ പുതിയ ചിന്തകൾ അവർ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ പുതിയ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇലക്ഷനുള്ള വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് പോലെയുള്ള സമാധാനപരമായ തെരഞ്ഞെടുപ്പ് നടത്തി അവർ പ്രാതിനിധ്യാത്മകമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളോട്, എല്ലാവിധ പ്രശ്നങ്ങളോടും, അഴിമതി ആയിക്കോട്ടെ, കൊലപാതകമായിക്കോട്ടെ, സ്ത്രീപീഡനമായിക്കോട്ടെ, ഇതിനോടൊക്കെ പ്രതിഷേധാത്മകമായ നിലപാടും സ്വീകരിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമുണ്ട്. ആ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമാണ് നമ്മുടെ നാടിന് ആവശ്യം. അതിന് പകരം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞ ചട്ടുവങ്ങളായി നിന്ന് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം, ഇതാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം എന്നുള്ള നിലയിലേക്ക് SFIയും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നേരത്തെ പ്രസ്താവന ഇറക്കിയ മന്ത്രി വിദ്യാർത്ഥി സംഘടനാ നേതാവായിരിക്കുന്ന സമയത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ നടന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ആരാണ് കേരളത്തിലെ കലാലയങ്ങളിൽ അരാഷ്ട്രീയവാദം കൊണ്ടുവന്നത്, അരാഷ്ട്രീയവാദത്തിലേക്ക് കേരള സമൂഹത്തെ നയിച്ചതാരാണ് എന്ന് ചിന്തിച്ചാൽ അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ അക്രമങ്ങളാണ് കേരളത്തിലെ കലാലയങ്ങളെ അരാഷ്ട്രീയവാദത്തിലേക്ക് നയിച്ചതും. രക്ഷിതാക്കളും അധ്യാപകരും മാനേജ്മെന്റുകളും ഒക്കെ ഈ നാട്ടിലിനി കലാലയ രാഷ്ട്രീയം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്താൻ കാരണം നിരന്തരമായി നടന്ന സംഘർഷങ്ങളും കൊലപാതകങ്ങളുമാണ്. കേരളത്തിലുണ്ടായ അത്ര രാഷ്ട്രീയ കൊലപാതകങ്ങൾ മറ്റൊരു സംസ്ഥാനത്തിലെയും വിദ്യാലയങ്ങളിലോ കലാലയങ്ങളിലോ ഉണ്ടായിട്ടില്ല. അപ്പം വിദ്യാർത്ഥികളുടെ എനർജി എങ്ങോട്ടാണ് ഉപയോഗിക്കാൻ സാധിക്കുന്നത്? ചിന്മയാനന്ദ സ്വാമികൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു ബ്രണ്ണൻ കോളേജിന്റെ വാർഷികത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ചിന്മയാനന്ദ സ്വാമികൾ പോയ സമയത്ത് ഞാൻ എവിടെയോ വായിച്ചതാണ്. അതിൻ്റെ തലേ ദിവസം അവിടെ വിദ്യാർത്ഥികൾ സമരം നടത്തി, പ്രക്ഷോഭം നടത്തി, ആ കോളേജ് മുഴുവൻ അടിച്ചു പൊളിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അടിച്ചു പൊളിച്ചിട്ട ഗ്ലാസുകൾക്കിടയിലൂടെയും ജനച്ചില്ലകൾക്കിടയിലൂടെയൊക്കെയാണ് ചിന്മയാനന്ദ സ്വാമി വേദിയിലേക്ക് വന്നത്. അപ്പോൾ ആ സദസ്സിൽ അധ്യക്ഷൻ ആയിരുന്ന അന്നത്തെ അവിടുത്തെ ജില്ലാ കലക്ടർ ഈ ഒരു രംഗം ഇവിടെ ഉണ്ടായതിൽ സ്വാമിജിയോട് മാപ്പ് ചോദിക്കുന്ന സമയത്ത് സ്വാമിജി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത്, കുട്ടികളുടെ ഈ എനർജി കണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നാണ്. പക്ഷെ ഈ എനർജിയെ സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ ക്രിയാത്മകമായി തിരിച്ചുവിടാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കാതെ പോകുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള അക്രമങ്ങളിലേക്കും മയക്കുമരുന്നുകളിലേക്കും വിൽപ്പനയിലേക്കും തന്നെ വിദ്യാർത്ഥികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിദ്യാർത്ഥി സമൂഹത്തിന് എനർജി ഉണ്ടെന്നുള്ള, കുട്ടികളുടെ എനർജി നമുക്ക് ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. ആ എനർജിയെ ക്രിയാത്മകമായി പ്രയോജനപ്പെടുത്തേണ്ടത് കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകളാണ്. അത് അങ്ങനെ ഒരു ക്രിയാത്മകത നശിപ്പിച്ചതാണ് കേരളത്തിൽ ഇന്നത്തെ വലിയ പ്രശ്നങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഡോക്ടർ അരുൺ ബി നായർ, കൂട്ടുചേർന്ന് നടന്നവരാണ് കൊലപാതകികളായി മാറിയിരിക്കുന്നത്. ഇവിടെ കുട്ടികളിൽ കുറ്റവാസന വളർന്ന് വരുന്നത് എങ്ങനെയാണ്? ഈ വേദിയിൽ തന്നെ പലവട്ടം സംവാദങ്ങൾ നടന്നിട്ടുണ്ട്. താങ്കൾ അതിൽ ഭാഗവാക്ക് ആയിട്ടുണ്ട്. താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഈ താമരശ്ശേരി കൊലപാതകത്തെ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ കണ്ണിലൂടെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്, എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമ്മുടെ സമൂഹത്തിൽ ആഴത്തിൽ വേരിറങ്ങിയിരിക്കുന്ന ഒരു സാമൂഹിക രോഗാതുരതയുടെ, ഒരു സോഷ്യൽ പെത്തോളജിയുടെ പ്രതിഫലനമായിട്ട് ഞാൻ ഈ ഒരു വിഷയത്തെ കാണുകയാണ്. പല കാരണങ്ങൾ കൊണ്ടും കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വ്യത്യസ്ത തരത്തിലുള്ള കൊടും ക്രൂരമായ കുറ്റകൃത്യങ്ങൾ സംഘടിതമായും അല്ലാതെയും പല രൂപത്തിൽ നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നുണ്ട്. ഇതൊരു ആഗോള പ്രതിഭാസത്തിന്റെ ഒരു പ്രതിഫലനം എന്നുള്ള രീതിയിൽ എടുക്കാമെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ജാഗ്രത പുലർത്തുകയും അതിനെതിരായിട്ടുള്ള പ്രതിരോധം ഉയർത്തുകയും ചെയ്യേണ്ടത് ഒരു സാമൂഹ്യ ഉത്തരവാദിത്തമായതുകൊണ്ട് തന്നെ ഇതിന്റെ ആഴത്തിലുള്ള വിശകലനങ്ങളിലേക്ക് നമ്മൾ പോയേ പറ്റൂ. പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം മനുഷ്യരും തമ്മിലുള്ള ഇടപെടലിനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള സമയം കുറയുകയും പരസ്പരമുള്ള ആശയവിനിമയത്തിലൂടെ നടത്തുന്ന ഒരു വൈകാരിക വിനിമയം സാധ്യമാകാതെ വരികയും ചെയ്തതിനെ തുടർന്നുണ്ടായ ഒരു സാമൂഹിക വിച്ഛേദനവും അതിന്റെ ഫലമായിട്ടുണ്ടായ അനുതാപത്തിന്റെ കുറവുമാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. വീടുകളിൽ ഓരോ വ്യക്തിയും ഒരു ദ്വീപായി മാറി അവരവരുടേതായ ഡിജിറ്റൽ ലോകത്തിലേക്ക് ചുരുങ്ങുമ്പോൾ കുട്ടികളുടെ മുൻപിൽ ആരോഗ്യകരമായ മാതൃകകൾ ഇല്ലാതെ വരികയും എങ്ങനെയാണ് ഒരു സാമൂഹ്യ ജീവിയായി സമൂഹത്തിൽ മുന്നോട്ട് പോകേണ്ടതെന്നുള്ളതിനെ കുറിച്ച് മുതിർന്നവരിൽ നിന്നൊരു മാതൃക ലഭിക്കാത്ത ഒരു സാഹചര്യം കുട്ടികൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരികയാണ്. പ്രത്യേകിച്ച് കുട്ടികൾ കൗമാരപ്രായത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവരുടെ വൈകാരികമായ ആവശ്യങ്ങൾ മനസ്സിലാക്കാനോ നിറവേറ്റി കൊടുക്കാനോ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഭൂരിപക്ഷം രക്ഷിതാക്കളും പോകുന്നു. അവരുടെ സാമ്പത്തികമായ ആവശ്യങ്ങളും വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങളും മാത്രം നിറവേറ്റിയാൽ മതി എന്നൊരു ചിന്തയിലേക്ക് ഭൂരിപക്ഷം രക്ഷിതാക്കളും എത്തിച്ചേരുകയാണ്.
നമുക്കറിയാം കൗമാരപ്രായത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ഒരു കുട്ടിയും സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്ഥിതിയുള്ള ഒരു കുട്ടി തന്നെയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് വേണ്ട രീതിയിലൊരു പരിഗണന കിട്ടുന്നില്ല. വീട്ടിൽ തങ്ങളെ കേൾക്കാൻ ആരുമില്ല. കൗമാരപ്രായക്കാർ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു പരാതി അതാണ്, തങ്ങളെ കേൾക്കാൻ ആരും തയ്യാറാകുന്നില്ല, മുൻവിധികളോടെ തങ്ങളെ മുതിർന്നവർ സമീപിക്കുന്നു എന്നുള്ള ഒരു സംഗതിയാണ്. ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അവർ പിന്നെ സ്വാഭാവികമായിട്ടും തിരിയുന്നത് സ്നേഹം ലഭിക്കാനും അംഗീകാരം ലഭിക്കാനും വിജ്ഞാനം ലഭിക്കാനുമുള്ള മറ്റു സ്രോതസ്സുകളിലേക്കാണ്. അത് ഡിജിറ്റൽ സ്രോതസ്സുകളടക്കം ഒരുപാട് സംഗതികൾ വരും. അതിൽ പലതും അനാരോഗ്യകരമായ സ്രോതസ്സുകളാകാനുള്ള സാധ്യതയുണ്ടെന്നും നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ ഒരു പരിണത ഫലമായിട്ടുണ്ടാകുന്ന ഒരു കാര്യം സംഘടിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഇപ്പോ കുറച്ച് നാൾ മുൻപ് കോട്ടയത്ത് നടന്നൊരു സംഭവമാണെങ്കിലും ഇന്നലെ താമരശ്ശേരിയിൽ നടന്ന സംഭവമാണെങ്കിലും ഒക്കെ ഒരു മാസ് ഹിസ്റ്റീരിയയുടെ സ്വഭാവമുള്ള ഒരു പ്രവർത്തനം, ഒട്ടേറെ ആളുകൾ ഒരു പൊതുവായ ഒരു ആവേശത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്തുചാടി നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന ക്രൂരത. ഈ പലപ്പോഴും ഇത്തരത്തിലുള്ള മാസ് ആയിട്ടുള്ള ഇത്തരം ക്രൂരകൃത്യങ്ങളുടെ നേതൃത്വം വഹിക്കുന്ന ഒന്നോ രണ്ടോ പേര് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവര് തീർച്ചയായിട്ടും ചില വ്യക്തിത്വ വൈകല്യങ്ങളുടെ സവിശേഷത ഉള്ളവരാകാനും സാധ്യതയുണ്ട്. ക്രൂരത ആസ്വദിക്കുകയും തെല്ലും കുറ്റബോധം തോന്നാതിരിക്കുകയും മറ്റുള്ളവരുടെ വേദന തിരിച്ചറിയാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ആളുകളായിരിക്കാം ഇതിന്റെ. ഡോക്ടർ, ഇവിടെ ഈ ഷഹബാസിനെ ക്രൂരമായി മർദ്ദിച്ച ശേഷം ഇവരുടെ ഗ്രൂപ്പിൽ ഈ കൊലയാളികളിൽ ഒരാൾ അജ്നാസ്, അയാളുടെ ഒരു ശബ്ദ സന്ദേശമുണ്ട്. അതിൽ പറഞ്ഞത് ഇടി കൊടുത്തത് കുറഞ്ഞു പോയി എന്നാണ്. നോക്കൂ, അത്രയും ക്രൂരമായി മർദ്ദിച്ചിട്ട് പോലും കുറ്റബോധത്തിൻ്റെ ലാഞ്ചന പോലുമില്ല. തീർച്ചയായിട്ടും അത് തന്നെയാണ് പറഞ്ഞത്. അത്തരത്തിലുള്ള ചില വ്യക്തികൾ നേതൃസ്ഥാനത്തുണ്ടാകുകയും അവരുയർത്തുന്ന ഒരു ഊർജത്തിന്റെ പ്രകമ്പനത്തിന്റെ സ്വാധീന വലയത്തിൽ പെട്ടുപോയി ഒരു സ്വഭാവ ദൃഢതയില്ലാത്ത മറ്റ് അനവധി ആളുകൾ മുമ്പേ ഗമിക്കുന്ന ഗോവിന്റെ പുറകെ പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ഇവരെയൊക്കെ നമ്മൾ വ്യത്യസ്തമായിട്ട് വിലയിരുത്തി നോക്കിക്കഴിഞ്ഞാൽ ഇവരിൽ ഒട്ടേറെ ആളുകൾ സ്വതന്ത്രമായ നിലയിൽ കുറ്റകൃത്യം ചെയ്യാൻ പ്രാപ്തരായ അല്ലെങ്കിൽ അതേ മനോഭാവമുള്ള കുറ്റകൃത്യ വാസനയുള്ള ആളുകളാകണമെന്നില്ല. പക്ഷെ നേതൃസ്ഥാനം വഹിക്കുന്ന ഒരു കുറ്റകൃത്യ വാസനയുള്ള ഒന്നിലധികമോ ആളുകളുടെ സ്വാധീന വലയത്തിൽപ്പെട്ട് ഇവർ ഈ സംഘടിതമായ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായി മാറുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. ഇവരെ തടയേണ്ടത് ആരാണ്, എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും വീടുകളിലെ ഒരു സാഹചര്യം തന്നെയാണ്. ഇപ്പം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് പോലെ മാതാപിതാക്കൾക്ക് കുട്ടികളുമായി ഒരു ഫലപ്രദമായ ആശയവിനിമയം സാധ്യമാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ആസൂത്രണം നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രാരംഭമായിട്ടുള്ള ഘട്ടത്തിൽ തന്നെ അത് തിരിച്ചറിയാനും അവിടെ ക്രിയാത്മകമായിട്ട് ഇടപെടാനും രക്ഷിതാക്കൾക്ക് സാധിക്കും. പക്ഷേ ഭൂരിപക്ഷം വീടുകളിലും കൗമാരപ്രായക്കാരായ കുട്ടികൾ എന്തൊക്കെ ചിന്തിക്കുന്നു, എന്തൊക്കെ ആസൂത്രണം ചെയ്യുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു, എവിടെ പോകുന്നു എന്നതിനെ കുറിച്ച് പരിപൂർണമായ അജ്ഞത നിലനിൽക്കുന്ന ഒരു സാഹചര്യം. ഡോക്ടർ, വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ ഇപ്പൊ കുട്ടികളുടെ പ്രൈവസിയിൽ, അത് ചെറിയ കുട്ടികളാണ് പോലും, ആ പ്രൈവസിയിൽ ഇടപെടാൻ മാതാപിതാക്കൾക്ക് അധികാരമില്ല, അവകാശമില്ല വിദേശ രാജ്യങ്ങളിൽ. ഇവിടെ ഇതുവരെ അങ്ങനെ ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു പ്രതിബന്ധം ഉണ്ടായിട്ടില്ല, അല്ലേ? സ്വന്തം കുട്ടി, ഇപ്പോൾ ഒരു കഥകടച്ചിരിക്കുന്ന ഒരു കുട്ടി അവിടെ എന്ത് ചെയ്യുന്നു എന്ന് മാതാവിനോ പിതാവിനോ കയറി പരിശോധിക്കാം. വിദേശ രാജ്യങ്ങളിൽ അത് പറ്റില്ല. പക്ഷേ മകൻ എന്ത് ചെയ്യുന്നു എന്ന് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യപ്പെടാത്തതും ഒരു വലിയൊരു പ്രശ്നമല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ പറഞ്ഞ നിയമങ്ങളെല്ലാം വന്നിരിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഫോർ ദ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ, UNCRC, അതൊരു മീറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ അംഗരാഷ്ട്രങ്ങളായ എല്ലാ ആളുകൾക്കും വ്യക്തി അധികാരം അല്ലെങ്കിൽ അവകാശം അതിന്റെ അടിസ്ഥാനത്തിലുള്ള സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടുള്ള നിയമനിർമ്മാണങ്ങൾ വേണം എന്ന് നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾ അത്തരം നിയമനിർമ്മാണങ്ങൾ നടക്കുകയും ചെയ്തു. പക്ഷെ ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഈ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഒരു ആന്തരിക അച്ചടക്ക ബോധം അല്ലെങ്കിൽ ഇന്റേണൽ സെൻസ് ഓഫ് ഡിസിപ്ലിൻ അവരുടെ ജീവിത ശൈലിയുടെ ഭാഗമായിട്ടും വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ടും പൊതുവെ കാണപ്പെടാറുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പൊതുവെ എല്ലാ തരത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഒരു ഗുരു ചേല ആ തരത്തിലുള്ള ഒരു മനോഭാവത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സംസ്കാരത്തിൽ, ഒരു സമൂഹത്തിൽ ഈ പറയുന്ന തരത്തിലുള്ള ഒരു ആശയം നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രതിസന്ധികളാണ് ഇവിടെ. നമ്മൾ ശാസ്ത്രത്തിന്റെ വീക്ഷണകോണിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആത്മനിയന്ത്രണത്തിന്റെ കേന്ദ്രമായ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ്, തലച്ചോറിന്റെ മുൻഭാഗം, ഇതാണ് നമുക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ ശാക്തീകരിക്കും. ഇതിന്റെ വളർച്ച പൂർത്തിയാവുന്ന 24-25 വയസ്സാവുമ്പോഴാണ്. അതുവരെയുള്ള പ്രായത്തിൽ എടുക്കപ്പെടുന്ന തീരുമാനങ്ങൾ പലതും അതിവൈകാരികവും അപക്വവുമാകാൻ സാധ്യതയുണ്ട്.
ഈ ഒരു കാലഘട്ടം വരെയെങ്കിലും ഒരു എക്സ്റ്റേണൽ സർവെയിലൻസ് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ മോണിറ്ററിംഗ് ഗുണകരമാണ്. അത് ഒരുപക്ഷെ തീവ്രമായ തരത്തിലുള്ള അവകാശ ധ്വംസനം നടത്തുന്ന തരത്തിലുള്ള ഒരു മോണിറ്ററിംഗ് ആകണമെന്നില്ല. ഒരു ദിശാബോധം നൽകുന്ന രീതിയിൽ ഒരു ചർച്ചയിലൂടെ ഗുണദോഷ യുക്തി വിചാരം അഭ്യസിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മോണിറ്ററിംഗ് ഉള്ളത് തീർച്ചയായിട്ടും നല്ലതാണ്. അത് കഴിയാതെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം പ്രതിസന്ധികൾ വരുന്നത്. ഇപ്പോ അനിയന്ത്രിതമായ വ്യക്തി സ്വാതന്ത്ര്യം അരാജകത്വത്തിലേക്ക് നയിക്കും എന്നുള്ളത് ഒരു പ്രകടമായ എല്ലാവർക്കും അറിയാവുന്ന ഒരു ആപ്തവാക്യമാണ്. അതിന്റെ ഒരു ഉദാഹരണമായിട്ട് ഇന്നത്തെ ലോകം മാറുന്നു. ഒരുപക്ഷെ പാശ്ചാത്യ രാജ്യങ്ങളും നമ്മളും തമ്മിലുള്ള കുറച്ച് വ്യത്യാസങ്ങളും പ്രകടമാണ്. ഒരുപക്ഷെ ജനസാന്ദ്രത കുറവുള്ള പ്രദേശങ്ങളിൽ ഈ അവകാശബോധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള നിയമങ്ങൾ പ്രാവർത്തികമാക്കാൻ സാധ്യത കൂടുന്നു. പക്ഷെ വളരെയധികം ജനസാന്ദ്രത കൂടുതലുള്ള നമ്മുടെ പ്രദേശങ്ങളിൽ ഒരു അർത്ഥ പാശ്ചാത്യവൽക്കരണം സംഭവിച്ചിരിക്കുന്ന, കുറെയൊക്കെ പാശ്ചാത്യ ജീവിതശൈലി അനുകരിക്കാൻ ശ്രമിക്കുന്ന, എന്നാൽ പാശ്ചാത്യ ലോകത്തെ അച്ചടക്കമടക്കമുള്ള കാര്യങ്ങൾ സ്വാംശീകരിച്ചിട്ടില്ലാത്ത നമ്മുടെ സമൂഹത്തിലേക്ക് ഇത് പെട്ടെന്ന് ഇറക്കി വെക്കുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് സങ്കീർണതകൾ തന്നെയാണ് ഇത്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോഴെങ്കിലും ഈ താൽക്കാലികമായിട്ടുള്ള കാലഘട്ടത്തിലെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ, അതിനുള്ള അവസരം മാതാപിതാക്കൾക്ക് നൽകണം. അവരത് ജനാധിപത്യപരമായ രീതിയിൽ തന്നെ ഇടപെടണം. ഒരിക്കലും ഒരു ഏകാധിപത്യ രക്ഷാകർതൃത്വം ആകരുത്, പകരം ആധികാരിക രക്ഷാകർതൃത്വം അല്ലെങ്കിൽ അതോറിറ്റേറ്റീവ് പാരന്റിംഗ് എന്ന് പറഞ്ഞൊരു രീതിയാണ്. അതായത് ഘട്ടം ഘട്ടമായിട്ട് കുട്ടികളെ ഉത്തരവാദിത്ത ബോധമുള്ളവരാക്കി മാറ്റാൻ, അവർക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയും അത് നന്നായി ചെയ്യുമ്പോൾ അഭിനന്ദിക്കുകയും കൂടുതൽ അനുഭവങ്ങളിലൂടെ പാഠങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു മെന്ററിംഗ് സംവിധാനം ആവശ്യമാണ്. ആ മെന്ററിംഗ് ഇല്ലാത്ത ഒരു സാഹചര്യം തീർച്ചയായിട്ടും അരാജകത്വത്തിലേക്ക് നയിക്കും. അതുണ്ടാകാൻ പാടില്ല. ഡോക്ടർ, അവിടെയും മാതാപിതാക്കൾക്ക് ഉള്ളിൽ ഭയമുണ്ട്. നോക്കൂ, ഇപ്പോൾ മക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടില്ലെങ്കിൽ അച്ഛനെയും അമ്മയും വെട്ടിക്കൊല്ലുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, അല്ലേ? സമീപകാലത്ത് അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. തീർച്ചയായിട്ടും നമ്മളൊരു 2 ദിവസത്തിന് മുൻപ് പോലും ഈ ഒരു ഫ്ലോറിൽ ചർച്ച ആ ഒരു വിഷയം തന്നെയാണ്. അത് വല്ലാത്ത ഒരു സാമൂഹ്യ വിച്ഛേദനത്തോടൊപ്പം ഈ ഡിജിറ്റൽ ലോകം ഉണ്ടാക്കി വെച്ച ഒരു എടുത്തുചാട്ട സ്വഭാവവും അതിന് മുകളിലേക്ക് ലഹരി വസ്തുക്കൾ അടക്കമുള്ള അനാരോഗ്യകരമായ സ്വാധീനങ്ങളും ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സങ്കീർണതയാണ്. അപ്പൊ പരസ്പരം വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഒരു വീട്ടിനുള്ളിലുള്ള ആളുകൾ തന്നെ കഴിയേണ്ടി വരുന്നു. വീട്ടിനുള്ളിലുള്ള കുട്ടികളുടെ പുറത്ത് മാതാപിതാക്കൾക്കുള്ളതിനേക്കാൾ സ്വാധീനം ബാഹ്യശക്തികൾക്ക് വരുന്നു. ആ സ്വാധീന ശക്തി നല്ല കാര്യങ്ങൾക്കല്ലാതെ ലഹരി വിപണനം അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യം വരുന്നു. ഇത്തരത്തിലുള്ള ഒരു ദുഷിച്ച അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഇത് മാറ്റിയെടുക്കാൻ കുറേയധികം ഇടപെടലുകൾ വീട്ടിൽ ഈ പറഞ്ഞ പേരന്റിങ്ങിന്റെ രീതിയിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. കുട്ടികളോടൊപ്പം ഒരു ക്വാളിറ്റി ടൈം ചെലവഴിക്കുകയും അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും ചെയ്യേണ്ട ഒരു ആവശ്യം അത്യാവശ്യമായിട്ട് വരുന്നുണ്ട്. വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ സമൂലമായ പരിഷ്കരണം ആവശ്യമുണ്ട്. അതിനകത്ത് കലാ കായിക പ്രവർത്തനങ്ങൾക്കുള്ള സമയവും സാഹചര്യവും കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം മുതിർന്നവർക്കുണ്ട്. ഇത്തരത്തിൽ ഈ കൗമാരപ്രായക്കാരുടെ എനർജി അല്ലെങ്കിൽ ഈ ഊർജം ക്രിയാത്മകമായ മേഖലകളിലേക്ക് ചാനൽ ചെയ്ത് വിട്ടിട്ട് ഈ ഡിജിറ്റൽ അടിമത്തത്തിലേക്കോ ലഹരി അടിമത്തത്തിലേക്കോ അവർ പോകുന്ന ഒരു സാഹചര്യം തടയേണ്ട ഒരു സാഹചര്യവും ഇന്ന് നിലവിലുണ്ട്. ശ്രീ സുഭാഷ് ബാബു, ഇപ്പോൾ പാരൻറ്റിങ്ങിൻ്റെ പ്രശ്നമുണ്ട്, ബ്രിങ്ങിങ് അപ്പിൻ്റെ പ്രശ്നമുണ്ട്. പക്ഷേ അതിലൊക്കെ ഉപരി ഈ കുട്ടികളിലുള്ള ക്രിമിനൽ വാസന അത് വളർത്തുന്നതിൽ ഏറ്റവും കൂടുതൽ ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള പുറത്തു നിന്നുള്ള ഇടപെടലല്ലേ അവരെ സ്വാധീനിക്കുന്ന, എളുപ്പത്തിൽ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളും അവർക്ക് മുന്നിലുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ മൊബൈൽ ഫോൺ തന്നെ, അല്ലേ? തീർച്ചയായിട്ടും ആ മൊബൈൽ ഫോൺ തുറന്നിടുന്ന വിശാലമായിട്ടുള്ള ഭ്രമാത്മകമായിട്ടുള്ള ഒരു ലോകം, അല്ലേ? ശരിയല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് മാറി ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടും, അതേമാതിരി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ഒക്കെ നിയന്ത്രണത്തിൽ പുറത്തേക്ക് പോകുന്നു. അത് സമൂഹത്തിന് പോലും അവരുടെ കാര്യങ്ങളിൽ ഇടപെടാനോ നിയന്ത്രിക്കാനോ പറ്റാത്തൊരു സാഹചര്യത്തിൽ എത്തിപ്പെട്ടിട്ട് ഇപ്പോൾ കുട്ടികളാണ് എല്ലാത്തിനും മുന്നിൽ. അവരാണ് തീരുമാനിക്കുന്നത് ഞങ്ങൾ എന്ത് വേണം, എന്ത് ചെയ്യണം, അത് ശരിയോ തെറ്റോ എന്നറിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അപക്വമായ മനസ്സാണ് അവരെ സംബന്ധിച്ച് ഇപ്പോൾ എടുക്കുന്ന ഏത് തീരുമാനങ്ങളും പൂർണ്ണതയിലെത്തില്ല എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടാറില്ല. ഞങ്ങൾ എടുക്കുന്നതാണ് ശരി, ഞങ്ങൾ മാത്രമാണ് ശരി എന്നുള്ളതാണ് അവർ പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഗൃഹാന്തരീക്ഷം നേരത്തെ ഡോക്ടർ അരുണും ഒക്കെ പറഞ്ഞു, നമ്മളൊക്കെ അത് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അതിനേക്കാൾ ഉപരി രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവിടെ കുട്ടികളെ ചീത്ത പറയുകയോ അടിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. ഇവിടെ പിന്നെ അങ്ങനെയുള്ള സാഹചര്യം വരെ എത്തിയിട്ടില്ല. ഇവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ
ക്രിമിനൽ വൽക്കരണത്തിലൂടെ ഹനിക്കരുത് എന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. അത് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പൗരാവകാശം അല്ലെങ്കിൽ ശിശു ക്ഷേമം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ പിന്നെ ബാലാവകാശം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ രീതിയിലൊക്കെ വന്നുകൂടായില്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളെ സംബന്ധിച്ചോളം ഡോക്ടർ അരുൺ പറഞ്ഞ മാതിരി നമ്മൾ അടിസ്ഥാനപരമായിട്ട് വ്യക്തികളിൽ ഒരു അച്ചടക്ക സ്വഭാവം നമ്മുടെ നാട്ടിലില്ല. ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ അവരുടെ സ്വഭാവത്തിൽ ഒരു അച്ചടക്ക സ്വഭാവമുണ്ട്. അതിനെ മദ്യപിക്കുന്നത് തന്നെ ഇവിടെ അതായത് നമ്മളിപ്പോൾ സർവത്ത് കുടിക്കുന്ന മാതിരി മദ്യം കുടിക്കുക. അവരെ സംബന്ധിച്ചോളം അവർ മദ്യം സ്ഥിരമായിട്ട് നമ്മളെക്കാൾ കൂടുതൽ മിക്കവാറും എല്ലാവരും വ്യക്തികളും ഉപയോഗിക്കുന്നു. പക്ഷേ എന്നിരുന്നാലും അവർ ആ ഒരു ലിമിറ്റ് വെച്ചിട്ട് ആവശ്യങ്ങൾക്ക് മാത്രം, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുന്നു. അത് നമ്മളെ സംബന്ധിച്ച് നമുക്കിതൊന്നും നിയന്ത്രിക്കാൻ അറിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം തുറന്നു വിട്ട മാതിരി പക്ഷിയെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ, അതായത് കൂട്ടിലുള്ള പക്ഷിയെ കുറേ കഴിഞ്ഞപ്പോൾ തുറന്നു വിട്ട് കഴിഞ്ഞാൽ എന്താണോ അതങ്ങനെ പറന്ന് അവിടെ ഇവിടെയൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറയുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കുള്ള പ്രധാന പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ നിയന്ത്രണം അടിയന്തരമായിട്ട് നമുക്ക് ആവശ്യമാണ്. കാരണം എന്താ പറയുക, ഇതൊരു പരീക്ഷണ സാഹചര്യം, പരീക്ഷണ പ്രായത്തിലാണ് ഈ കുട്ടികളൊക്കെ വഴിതെറ്റിപ്പോകുന്നത്. അതെന്തായാലും തെറ്റിപ്പോയിരിക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്തോഷത്തിനും സുഖത്തിനും വേണ്ടിയിട്ടാണ് ഈ കുട്ടികൾ ഈ സമയം അന്വേഷിച്ച് നടക്കുമ്പോൾ അവരുടെ പടിവാതിക്കൽ കൊണ്ടുവന്നിട്ട് അവരുടെ സുഹൃത്തുക്കൾ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ കാണിച്ചു കൊടുക്കുക, അനുഭവിച്ചു കൊടുക്കുക. അത് അവർ അനുഭവിച്ചതിന് ശേഷം അതിൻ്റെ സുഖം പകർന്നു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അവർ ആ വഴിക്ക് പോകും. കാരണം ഈ കുട്ടികളുടെ പ്രായം അതാണ്. ഈ പ്രായത്തിൽ കുട്ടികളെ നിയന്ത്രിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചുള്ള രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം തന്നെയാണ് ഇവിടുത്തെ അരാജകത്വം സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് അഭിപ്രായക്കാരനാണ് ഞാൻ പണ്ട്. ഇതിനകത്തൊക്കെ ഉണ്ട്. ഇതിനകത്ത് പാർലമെൻറ്റേറിയൻ സിസ്റ്റം കുട്ടികൾ പഠിക്കണം എന്നല്ലാണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പിണിയാളുകളായിട്ട് വിദ്യാർത്ഥികളെ വളർത്തണമെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. KER ആയാലും യൂണിവേഴ്സിറ്റി ആക്ടുകളിലാണെങ്കിലും ഒക്കെ പറഞ്ഞു അവിടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്രധാനമല്ല. രാഷ്ട്രീയവൽക്കരണമല്ല, അവിടെ പാർലമെൻറ്റേറിയൻ സമ്പ്രദായത്തിൽ അവർ പോകണമെന്നുണ്ട്. അത് കോടതിയിലൊക്കെ പലരും ടേക്കപ്പ് ചെയ്ത് കോടതി അത് വേണ്ട എന്നൊക്കെ പറഞ്ഞത് ആര് നടത്താനാണ്? ആരെങ്കിലും നടത്തണ്ടേ? നന്നാവണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം വേണ്ടേ? ഇല്ല. ആഗ്രഹം വേണ്ട ആളുകളെ തമസ്കരിക്കും, അതല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് അവരെ വിമർശിക്കും, അല്ലെങ്കിൽ അവരാണ് അരാഷ്ട്രീയവാദികൾ എന്നൊക്കെ പറയും. അരാഷ്ട്രീയവാദികൾ, രാഷ്ട്രീയം എന്ന് പറയുന്നതിനകത്ത് എവിടാ അക്രമം പറഞ്ഞിരിക്കുന്നത്? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ബൈലോയിലകത്തും എഴുതി വെച്ചിട്ടില്ല. നമുക്കറിയാം 1984 നമ്മുടെ എല്ലാ പാർട്ടികളും അതിന് മുമ്പുണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ അവരുടെ ഭരണഘടന ഉണ്ടല്ലോ. ഭരണഘടനയിൽ പിന്നെ നമ്മുടെ ഭരണഘടനാ വിധേയമായിട്ട് മാത്രമേ പ്രവർത്തിക്കൂ എന്നുള്ളത് എഴുതി വെക്കാത്തത് കൊണ്ട് കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അവർ രണ്ടാമത് അവരുടെ ബൈലോ അമെൻഡ് ചെയ്ത് ഈ കാര്യം കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് 29 എന്ന് പറയുന്ന വകുപ്പ് 29C എന്ന് പറയുന്ന വകുപ്പ് അതിനകത്ത് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് ഉൾപ്പെടുത്തി. അത് കഴിഞ്ഞ് പുതിയതായിട്ട് അവർ എഴുതിയിട്ട് രണ്ടാമത് അവർ ബൈലോയുടെ റെക്കഗ്നിഷൻ വാങ്ങിച്ചാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അവർക്ക് പോലും ഈ ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അരാഷ്ട്രീയം എന്ന് പറയണോ? രാഷ്ട്രീയം ക്യാമ്പസുകളിലേക്കല്ല, രാഷ്ട്രീയം ക്യാമ്പസുകളിൽ പഠിക്കേണ്ടതെന്നാണ്. പാർലമെൻറ്റേറിയം സിസ്റ്റം അവർ പ്രാക്ടീസ് ചെയ്യണം. രാഷ്ട്രീയം പ്രാക്ടീസ് ചെയ്യണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയമാക്കി പാർലമെൻറ്റേറിയൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമാണെന്നൊരു തെറ്റിദ്ധാരണ. പണ്ടൊക്കെ നമ്മൾ സ്കൂളുകളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ, ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ചെറിയ രീതിയിൽ രാഷ്ട്രീയമൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഇതേമാതിരിയുള്ള അക്രമം ഒന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം വാക്കുകൾ പറയും, അതൊന്ന് തീർന്നു പോയി. ഇതല്ല, ഇത് കൊലവിളിക്കുകയാണല്ലോ. ഇത് ഞാൻ മാത്രം, ഞാനാണ് കേമൻ, ഞാനാണ് മരണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറേ ആളുകളെ കൂട്ടി അവർക്ക് മദ്യമാകാം, മയക്കുമരുന്നാകാം, മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങളൊക്കെയുണ്ട്. അതിനുവേണ്ടി സൗകര്യങ്ങൾ ചെയ്യും. അതിന് പറ്റുന്ന കുറേ അധ്യാപകന്മാരും ഒക്കെയുണ്ട്. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഈ നല്ല നേർവഴിക്ക് കുട്ടികളെ നയിക്കണമെന്ന് വിചാരിക്കുന്ന അധ്യാപകർക്ക് പോലും പ്രവർത്തിക്കാൻ വയ്യാത്തൊരു ദുരവസ്ഥയാണ് എല്ലാ ക്യാമ്പസുകളിലുള്ള. സ്കൂളിൽ ഉൾപ്പെടെ അതാണ്. സ്കൂളിൽ അധ്യാപകരോടൊന്ന് ചോദിച്ചു പോകും. അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ കമ്മിറ്റഡ് ആണ് അവർ. കോളേജ് അധ്യാപകരെക്കാൾ ഇവരെ കുറച്ചും കൂടെ ഒക്കെ ചെയ്യണമെന്ന് ഇപ്പോഴും താല്പര്യമുള്ള ഒരുപാട് അധ്യാപകരുണ്ട്. ഞാനൊക്കെ ഒരുപാട് അധ്യാപകർ എൻ്റെ സുഹൃത്തുക്കളായിട്ടുണ്ട്. അവരൊക്കെ പറയുന്നത് എന്ത് ചെയ്യാനാ സാർ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. കാരണം അവർ നമ്മളോട് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, എന്താ ചെയ്യുന്നത്? എന്നോടൊപ്പം ചില അധ്യാപകരെ, എൻ്റെ വീടിന് അടുത്തൊരു സ്കൂളുണ്ട്, അതുപോലെ തന്നെ ഇവിടെയുള്ള മിക്കവാറും സ്കൂളിലെ ആളുകൾ അധ്യാപകരൊക്കെ ഞാൻ അറിയുന്നത്. അവർ പറയുന്നത് സാർ ഞങ്ങളുടെ സ്കൂളിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഈ കുട്ടിയുടെ രക്ഷിതാവിനെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ആ കുട്ടി അങ്ങനെ ചെയ്യില്ല എന്ന്. സാറിന് എന്തായാലും ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ ഫോൺ നമ്പർ ഇങ്ങോട്ട് തന്നു, ഞാൻ വിളിച്ചു പറയാം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ആരെങ്കിലും സുഹൃത്തുക്കൾ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്മാരോടായിട്ട് നമ്പർ കൊടുത്ത് നിങ്ങളൊന്ന് വിളിച്ച് പറയാം അവരുടെ അടുത്തോട്. അപ്പോൾ അങ്ങനെ വിളിച്ച് പറയുന്ന അവസരത്തിൽ ഞാൻ പറയുന്നത് നമ്മളാണെന്ന് പറഞ്ഞോളൂ, ഐഡൻറ്റിറ്റി പറഞ്ഞിട്ട് വിളിച്ചു വരാം.
എന്നിട്ട് എന്താ പറയുന്നത്, അല്ലെങ്കിൽ ഈ അധ്യാപകൻ്റെ തലയിൽ കയറും, അയാളെ അവിടെ എന്ത് ചെയ്യുന്നറിയോ കരിങ്കാലിയാക്കും, അവരെ ഒറ്റപ്പെടുത്തിയതിന് രാഷ്ട്രീയമായിട്ട് എതിർക്കും. അത് കഴിഞ്ഞ് അധ്യാപകൻ ഗത്യന്തരം ഇല്ലാണ്ടാവും. അത് അവസാനം അദ്ദേഹത്തിൻ്റെ ജോലിയിൽ പോലും സുരക്ഷിതമില്ലാത്തവരെ മാറ്റമോ അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടിയോ ഒക്കെയുള്ള കള്ളക്കേസുകളൊക്കെ നമുക്കറിയില്ല. അധ്യാപകരുടെ പേരിലും പത്രപ്രവർത്തക പേരിലൊക്കെ ഇതിനെ സംബന്ധിച്ചിടത്തോളം പ്രചാരണം നടത്തുകയോ അല്ലെങ്കിൽ അതിനെ വിമർശിക്കുകയോ ചെയ്ത കേസുകൾ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നുമല്ല നമുക്കിവിടെ ആവശ്യം. നമുക്കിവിടെ എന്താണെന്ന് പറയുന്നത്, നിയമത്തിൽ പറയുന്ന പ്രകാരം പാർലമെന്റേറിയൻ സിസ്റ്റം മാത്രം രാഷ്ട്രീയ ക്യാമ്പസിൽ കൊണ്ടുവരിക. അതിന് വിധേയമായിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുടെ പോഷക സംഘടനയായിട്ട് അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനയായിട്ട് ആ രംഗപ്രവേശം ചെയ്യിക്കുന്ന സംവിധാനം പൂർണ്ണമായിട്ട് നിരോധിക്കുക. ഞാൻ പറയുന്നത് കോടതി തന്നെ ഇത് പറയണം, ഇങ്ങനെയുള്ള ബോർഡുകളൊന്നും അവിടെ കാണാനേ പാടില്ല, ഈ വാക്കുകളൊന്നും അവിടെ പറയാൻ പാടില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടന എന്നുള്ള രീതി പ്രചാരണം പാടില്ല. പറയുന്നതിന് ഇന്ന് നിയമം യാതൊരു തടസ്സവുമില്ല. എന്തുകൊണ്ട് പറയുന്നില്ല? ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന, സുപ്രീം കോടതി വരെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒക്കെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചിന്ത കൂടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാമ്പസുകളിൽ നിന്ന് ഈ രാഷ്ട്രീയ പോഷക വിദ്യാർത്ഥി സംഘടന എന്നുള്ള ആ ഒരു രീതി ഒഴിവാക്കുക. അതുകൊണ്ട് ഒരു നഷ്ടവും നമുക്ക് സംഭവിക്കാൻ പോകില്ല. കുട്ടികൾ നേർവഴിക്ക് പോകുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ അരാജകവാദം, ഇതേമാതിരി അക്രമങ്ങൾ അടിക്കടി വളരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതേ സംബന്ധിച്ച് ഇതിൽ ഇടപെടേണ്ട ആളുകൾ ആരാന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. പ്രൈവറ്റ് സ്ഥാപനങ്ങൾ എന്താണെന്ന് പറയാൻ മിണ്ടാണ്ടിരിക്കും. കാരണം അവർക്ക് ഇത് നടത്തിക്കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ അവരുടെ തലയ്ക്ക് രാഷ്ട്രീയമായിട്ട് വലിയ പ്രശ്നങ്ങൾ വരും, അവരുടെ റെക്കഗ്നേഷൻ്റെ പ്രശ്നം വരും, ഗ്രാൻറ്റിൻ്റെ പ്രശ്നം വരും, അവരവർ മിണ്ടാണ്ടിരിക്കും. അഥവാ അവിടെ പ്രശ്നം ഉണ്ടായാൽ തന്നെ അവരെന്ത് ചെയ്യും, കഴിവതും അടച്ച് അത് ഒതുക്കി വെക്കാനോ അല്ലെ ഒരു കേസിലേക്കൊന്നും പോകാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്, ഭയമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. എല്ലാവരും ഭയചകിതരാണ്. വിദ്യാർത്ഥികളും ഇതേമാതിരി കുറേ അക്രമങ്ങൾ മാത്രം അരങ്ങ് വാഴുന്ന ഒരു അരാജക ഒരു വിദ്യാഭ്യാസ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി സമൂഹമായിട്ട് നമ്മളെ മാറുന്നു. അതുകൊണ്ട് നല്ല രീതിയിൽ കുട്ടികൾ പോവുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്കിന്ന് ഒരു സ്വപ്നമായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് എന്തായാലും അടിയന്തരമായിട്ട് ഇതിന് സംവിധാനങ്ങൾ, അതായത് പോലീസായാലും ശരി, എക്സൈസ് ആയാലും ശരി, അതുപോലെ തന്നെ അക്രമങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ് സംവിധാനങ്ങൾ ഉൾപ്പെടെ ഈ സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ശരി, ഇതൊക്കെ നോക്കുകുത്തികളായിട്ട് ഇരുന്നൊരു കാര്യമുണ്ടോ? ശക്തമായിട്ട് ഇടപെടണം. ഇല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ പിന്നെ എന്തിനാണ് ശമ്പളം വാങ്ങിക്കുന്നത്? കമ്മിറ്റഡ് ടു ദ പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് ശമ്പളം വാങ്ങിക്കുന്നത്. പബ്ലിക് സർവൻ്റ് ആണ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സർവൻ്റ് ഒന്നുമല്ല. ഇപ്പോൾ പബ്ലിക് സർവൻ്റ് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. പക്ഷേ പൂർണ്ണമായിട്ട് പൊളിറ്റിക്കൽ സർവൻ്റായിട്ട് മാറിയിരിക്കുന്ന സംവിധാനങ്ങളാണ്. അതാണ് ഇന്നത്തെ മൂല്യച്യുതി. അത് മാറ്റിയെടുക്കുക. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശുദ്ധീകരിക്കുക. കുട്ടികൾ പഠിക്കട്ടെ, മൂല്യങ്ങൾ വളർത്തട്ടെ. അതാണ് നമ്മൾക്ക് ഇവിടെ വേണ്ടത്. അതല്ലാണ്ട് ഈ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് അക്രമവും അരാജകത്വവും ഒരു ക്യാമ്പസുകൾ സൃഷ്ടിച്ച് നമ്മുടെ യുവതലമുറ നശിച്ച് രാജ്യം നശിക്കേണ്ട ഒരു സാഹചര്യത്തിൽ പോകരുതെന്ന് മാത്രമാണ് എൻ്റെ അഭിപ്രായം. ശ്രീ പ്രിയേഷ്, പണ്ടൊക്കെ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കരിക്കുലത്തിൽ പാഠ്യപദ്ധതിയിൽ മോറൽ സയൻസ് ഉണ്ടായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുകയാണ് എന്നെ മോറൽ സയൻസ് പഠിപ്പിച്ച പ്രേമൻ മാഷെ. ഇന്ന് സ്കൂളിൽ മോറൽ സയൻസ് ഇല്ല. മാത്രമല്ല വീട്ടിൽ പോലും നമുക്ക് ഈ മൂല്യബോധങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുന്ന ആരും ഇല്ല, അല്ലേ? പിടിച്ചിരുത്തുന്ന നമ്മുടെ സമൂഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അതൊക്കെ പറഞ്ഞു തരാൻ പോലും ഒരാളില്ല വീട്ടിൽ, മുതിർന്ന ഒരാളില്ല. പണ്ടൊക്കെ നമുക്കറിയാം, ഈ സന്ധ്യാനേരം ആയിക്കഴിഞ്ഞാൽ വിളക്കിന് മുന്നിൽ, നിലവിളക്കിന് മുന്നിൽ ചമ്രം പടിഞ്ഞിരുന്ന് ഇത് രാമനാരായണ ചൊല്ലുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു, അല്ലേ? അത് കൃത്യമായിട്ട് ആ സമയത്ത് ഏത് തൊടിയിൽ പോയി കളിച്ചാലും ആ സമയമാകുമ്പോൾ തിരിച്ചു വന്ന് കൈയും മുഖവും കാലും ഒക്കെ കഴുകി അവിടെ ഇരുന്ന് അതൊരു ശീലമായിരുന്നു, അല്ലേ? അത്തരം ശീലങ്ങളൊന്നും ഇന്നില്ല. അത് ഇല്ലാത്തതും അല്ലെങ്കിൽ നമ്മുടെ പുതിയ കുട്ടികൾക്ക് അത്തരത്തിലുള്ള പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലാത്തതും കൂടിയല്ലേ ഇത്തരം ദുരന്തങ്ങൾക്ക് അതിൻ്റെ ആക്കം കൂട്ടുന്നത്? തീർച്ചയായിട്ടും. അപ്പം നമ്മൾ കേരളത്തിൽ പലപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രശ്നങ്ങളെപ്പറ്റി മാത്രമേ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ, അതിൻ്റെ സൊല്യൂഷനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പ്രശ്നത്തെക്കുറിച്ചല്ല ചർച്ച, അതിൻ്റെ സൊല്യൂഷനെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞതുപോലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇന്ന് വീടുകളിൽ മൂല്യവത്തായ കഥകൾ പറഞ്ഞു കൊടുക്കാൻ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ഇല്ല,
ഉണ്ടെങ്കിൽ തന്നെ അവരെ മുന്നിൽ പോയിരിക്കാൻ കുട്ടികൾക്ക് സമയമില്ല. അവർക്ക് ട്യൂഷനുണ്ട്, മറ്റ് കാര്യങ്ങളുണ്ട്. വൈകുന്നേരങ്ങളിൽ അവരുടെ എനർജി കളയാൻ വേണ്ടിയിട്ട് കളിസ്ഥലങ്ങളില്ല. മുഴുവൻ സമയം അവർക്ക് സ്കൂൾ വിട്ടാൽ ട്യൂഷൻ വിട്ടാൽ വേറെ ട്യൂഷൻ, എൻട്രൻസ് കോച്ചിങ്, അങ്ങനെ പോവാണ്. അപ്പം ഇതിന് പരിഹാരം എന്നുള്ള നിലയ്ക്കാണ് NEP 2020 നിലവിൽ കൊണ്ടുവന്നത്. ഇങ്ങനെ കുട്ടികളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള ചർച്ചകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സൊല്യൂഷൻ എന്ത് എന്നുള്ളതിനെ പറ്റി ചർച്ച വന്നത്. ആ സൊല്യൂഷനാണ് NEP 2020 ആയിട്ട് ഭാരതത്തിൻ്റെ സർക്കാർ നമ്മുടെ മുന്നിൽ വെച്ചത്. പക്ഷേ അതിനെ അംഗീകരിക്കാൻ നമ്മുടെ കേരളത്തിലെ സർക്കാർ തയ്യാറില്ല. അത് നടപ്പിലാക്കാൻ പറ്റില്ല എന്നാണ് കേരളത്തിലെ സർക്കാർ പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു വിദ്യാഭ്യാസ പദ്ധതിയുണ്ട്. നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള വേദങ്ങളും ഉപനിഷത്തുകളും കാലം തൊട്ടേ തുടർന്നു പോരുന്നൊരു വിദ്യാഭ്യാസ പദ്ധതി നമുക്കുണ്ട്. അത് പഞ്ചകോശ വികാസമാണ്. അത് ലോകത്ത് മറ്റെവിടെയും കാണാത്ത ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. അപ്പോൾ ആ പഞ്ചകോശ വിദ്യാഭ്യാസ പദ്ധതിയാണ് NEP 2020 മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അത് കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് സർക്കാർ വാശി പിടിക്കുകയാണ്. അപ്പം നമ്മൾ നേരത്തെ നമ്മുടെ ഡോക്ടർ പറഞ്ഞ രീതിയിൽ പാശ്ചാത്യ സമ്പ്രദായങ്ങളെ നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് ഏറ്റവും ശാസ്ത്രീയം, അതാണ് നമുക്ക് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ നേരത്തെ ഡോക്ടർ പറഞ്ഞ രീതിയിൽ അവിടുത്തെ സാഹചര്യങ്ങളല്ല നമ്മുടെ സാഹചര്യം. നമുക്ക് നമ്മുടേതായ ഒരു ഭാരതീയമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമുണ്ട്. അത് പഞ്ചകോശ വികാസത്തിൽ അധിഷ്ഠിതമാണ്. ആ പഞ്ചകോശ വികാസ പദ്ധതിയാണ് ഇന്ന് NEP 2020 മുന്നോട്ട് വെച്ചത്. അപ്പോൾ നമ്മുടെ കുട്ടികളെ 3ാം ക്ലാസ് മുതൽ നേരത്തെ പറഞ്ഞല്ലോ, കുട്ടികൾക്ക് ഈ നല്ല പാഠങ്ങൾ ചൊല്ലിക്കൊടുക്കാൻ വീടുകളിലെ ആളിൽ അണുകുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ മാറി. അപ്പോൾ അതുകൊണ്ടാണ് NEP 2020 3ാം ക്ലാസ് മുതൽക്ക് 3 വയസ്സ് മുതൽക്ക് തന്നെ കുട്ടികളെ സ്കൂളിലേക്ക് വിടാനും അവരെ ആ തരത്തിൽ പരിചരിക്കാൻ ആവശ്യമായ അധ്യാപകർക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് നമ്മുടെ NEP 2020 നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കേരളത്തിലെ സർക്കാർ രാഷ്ട്രീയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത് BJP സർക്കാർ കൊണ്ടുവന്നതാണ്, ഇത് പുരാതന കാലത്തേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിലെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും ഇത് കേരളത്തിൽ നടപ്പിലാക്കാതിരിക്കുകയും അതിൻ്റെ ഒരു വലിയ നഷ്ടം കേരള സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രാഷ്ട്രീയ പാർട്ടി കാരണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, PM ശ്രീ പദ്ധതി കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്ര സർക്കാർ വിദ്യാലയങ്ങൾ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള കളിക്കാനും അവർക്ക് ശാസ്ത്ര പഠനങ്ങൾ നടത്താനും ഒക്കെയുള്ള ലാബുകൾ സംഘടിപ്പിക്കുവാനും അവരുടെ ശുചിമുറികൾ ശുചിത്വമുള്ളതാക്കി മാറ്റാനും പരിസ്ഥിതി അവബോധം നടത്താനും വേണ്ടിയിട്ടുള്ള പരിസ്ഥിതി ക്ലബ്ബുകളും പരിസ്ഥിതി ശാലകളും നിർമ്മിക്കാനൊക്കെ വലിയ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാൻ ഇന്നേ വരെ നമ്മുടെ കേരളത്തിൻ്റെ സർക്കാർ തയ്യാറായിട്ടില്ല. കാരണം എന്താ, PM ശ്രീ പദ്ധതി ഒരു സംസ്ഥാനത്തിൽ അനുവദിക്കണമെങ്കിൽ ആ സംസ്ഥാനത്ത് NEP 2020 നടപ്പിലാക്കും എന്ന് അത് സംസ്ഥാന സർക്കാർ കരാറിൽ ഒപ്പുവെക്കണം. പക്ഷേ കേരളത്തിലെ സർക്കാർ രാഷ്ട്രീയ വിരോധം കൊണ്ട് മാത്രം കേരളത്തിലെ ഭാവി തലമുറയെ പറ്റിയോ കേരളത്തിലെ വിദ്യാർത്ഥികളെ പറ്റിയോ ചിന്തിക്കാതെ രാഷ്ട്രീയം മാത്രം ചർച്ച ചെയ്തുകൊണ്ട് NEP 2020 നടപ്പിലാക്കും എന്ന് ഒപ്പുവെക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ നഷ്ടമായിരിക്കാം. നഷ്ടം അത് സർക്കാരിനോ രാഷ്ട്രീയ പാർട്ടികൾക്കോ അല്ല, കേരളത്തിലെ സമൂഹത്തിനാണ്, വരും തലമുറയ്ക്കാണ്. അത് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഈ തരത്തിൽ ഉള്ള നേരത്തെ സാർ പറഞ്ഞ രീതിയിലുള്ള ഈ രാഷ്ട്രീയ അതിപ്രസരങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇതിനെതിരെ കേരളത്തിലെ സാമൂഹിക പ്രതിഷേധങ്ങൾ ഉയർന്നു വരണം. സമൂഹത്തിലെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഇതിനു വേണ്ടി രംഗത്ത് വരണം. പക്ഷേ നമ്മളെ നിർഭാഗ്യവശാൽ കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക നായകന്മാരൊന്നും ഇത്തരം പ്രശ്നങ്ങളിൽ അഭിപ്രായം പറയാൻ പോകില്ല. കാരണം അവർക്ക് അവരെ നേരത്തെ പറഞ്ഞ രീതിയിൽ രാഷ്ട്രീയമായി ടാർഗറ്റ് ചെയ്യും, അവരെ ഉപദ്രവിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങളുള്ളതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ കേരളത്തിലെ സാംസ്കാരിക സാമൂഹിക നായകന്മാരൊന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ പ്രതിഷേധിക്കാനൊന്നും പോകില്ല. ഇന്ന് നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ആയി പോകുന്നു, അവരെ നമുക്ക് ക്രിമിനലുകൾ എന്ന് വിളിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കാരണം അവർ വളർന്നു വരുന്ന സാഹചര്യം അതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ അനിൽ നമ്പ്യാർജി ഒരു കാര്യം പറയാം. ഇപ്പം നമ്മുടെ ഭാരതത്തിൽ മുഴുവൻ അഹല്യാബായി കേൽക്കറുടെ ജന്മശതാബ്ദി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇന്നുണ്ടായ ഒരു അനുഭവം ഞാൻ ഈ ചർച്ചയിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ നഗരത്തിൽ അഹല്യാബായി കേൽക്കറുടെ ജന്മശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് വലിയൊരു സമ്മേളനം നടന്നു. അപ്പോൾ അതിൽ തൃശ്ശൂർ നഗരത്തിലെ പല പ്രഗത്ഭരായിട്ടുള്ള ആളുകളും പങ്കെടുത്തു. തൃശ്ശൂരിലെ ഒരു പ്രധാനപ്പെട്ട വനിതാ വ്യവസായി, വളരെ പ്രായമുള്ള തൃശ്ശൂർ നഗരത്തിൽ അറിയപ്പെടുന്ന ഒരു വനിതാ വ്യവസായി, ഈ ചർച്ചയിൽ അവരുടെ അനുവാദമില്ലാതെ അവരുടെ പേര് ചർച്ചയ്ക്ക് വെക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. അപ്പോൾ അവരും അവരുടെ കുട്ടികളും ആ പരിപാടിയിൽ പങ്കെടുത്തു. അതിനുശേഷം ഇവരുടെ ഈ മാതാവിൻ്റെ കുട്ടികൾ അവരോട് ചോദിക്കുകയാണ്, അവിടെ അഹല്യ
കേൽക്കറെ പറ്റിയുള്ള പ്രഭാഷണങ്ങളൊക്കെ കേട്ടതിന് ശേഷം വീട്ടിലെത്തിയ ശേഷം ഈ കുട്ടികൾ ഈ അമ്മയോട് ചോദിക്കുകയാണ്, ഇത്തരത്തിലുള്ള ആളുകളൊക്കെ നമ്മളെ നാട്ടിൽ ജീവിച്ചിരുന്നോ? ഇവരെ കുട്ടികളൊന്നും നമുക്ക് എന്തുകൊണ്ട് പഠിക്കാൻ സാധിച്ചില്ല? നമ്മൾ എന്താണ് പഠിച്ചത് എന്ന് ഈ വിദ്യാർത്ഥികൾ ഈ അമ്മയോട് ചോദിക്കുകയാണ് ഈ പ്രഭാഷണം കേട്ടതിന് ശേഷം. ഇത്രയും പ്രഗത്ഭരായ ആളുകൾ, ഇത്രയും സ്നേഹസമ്പന്നരായ ആളുകൾ, ഇത്രയും മാതൃകാപരമായിട്ടുള്ള ആളുകൾ നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരുന്നിട്ട് എന്തുകൊണ്ട് ഞങ്ങളെ ഇവരെ പറ്റിയൊന്നും പഠിപ്പിച്ചില്ല? എന്താണ് ഞങ്ങളെ പഠിപ്പിച്ചത് എന്ന് അവർ ആ അമ്മയോട് ചോദിക്കുകയാണ്. അപ്പോൾ ആ അമ്മ ഇന്ന് അതിൻ്റെ സംഘാടകരോട് ഈ കുട്ടികൾ പറഞ്ഞ കാര്യം വിശദീകരിക്കുകയുണ്ടായി. അത് കേട്ടുകൊണ്ടാണ് ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നത്. അപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. നമ്മുടെ നാടിൻ്റെ പൈതൃകം, നമ്മുടെ നാട്ടിലെ ആചാരങ്ങൾ, നമ്മുടെ നാട്ടിലെ സ്നേഹം പങ്കുവെക്കാനും പരസ്പരം സ്നേഹിക്കുവാനൊക്കെ പഠിപ്പിച്ചിരുന്ന ആചാരങ്ങൾ, നമ്മുടെ പ്രകൃതിയോട് നമ്മൾ എങ്ങനെ പെരുമാറണം. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഒരു ചെടിയുടെ തിരിലൊടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രക്ഷിതാക്കൾ നമ്മളെ ചീത്ത പറയും. അയ്യോ, എന്തിനാണ് അതിനെ വെറുതെ വേദനിപ്പിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പം നമ്മുടെ മനസ്സിൽ അതിനും വേദനയുണ്ട്, ഒരു ചെടിക്ക് പോലും വേദനയുണ്ട്. അതിൻ്റെ ഇല വെറുതെ നുള്ളിക്കളയാൻ പാടില്ല എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് തരികയാണ്. പക്ഷേ അതൊക്കെ പഴഞ്ചനാണ്, അതൊക്കെ അന്ധവിശ്വാസങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇതൊക്കെ ഇല്ലാതാക്കി. നവോത്ഥാനത്തിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിലുള്ള സകല ഇത്തരത്തിലുണ്ടായിരുന്ന മൂല്യങ്ങൾ വരും തലമുറയിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരുന്ന, സ്നേഹം പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരുന്ന, പരസ്പരം സ്നേഹിക്കുവാനും പ്രേമിക്കുവാനുമുള്ള ചിന്താഗതി വരും തലമുറയിലേക്ക് പകർന്നു കൊടുത്തിരുന്ന ഇത്തരം ആചാരങ്ങളൊക്കെ തന്നെ, ഇത്തരം ചടങ്ങുകളൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ പിൻബലത്തിൽ, നവോത്ഥാനത്തിൻ്റെ പേരിലൊക്കെ തന്നെ ഇതൊക്കെ ഇല്ലാതാക്കി കളഞ്ഞു. അപ്പം ഇതൊക്കെ ഈ ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നും ലഭ്യമല്ല. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പം ഞാൻ പറയുന്നത് അവർ ക്രിമിനലുകളല്ല. ഇന്നത്തെ നമ്മളെ ഈ കുട്ടികൾ, അവരൊന്നും നമുക്ക് ഒറ്റയടിക്ക് ക്രിമിനലുകൾ എന്ന് വിളിക്കാൻ സാധിക്കില്ല. അവൾ വളർന്നു വന്ന സാഹചര്യം അതാണ്. അവരെ നമ്മൾ അങ്ങനെയാണ് വളർത്തിയെടുത്ത്, അവരെ നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. ഈ രാഷ്ട്രീയ അതിപ്രസരം അവർക്ക് ലഭിക്കേണ്ട സാഹചര്യങ്ങളെ ഇല്ലാതാക്കി അതിന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ മറുപടി പറയണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, വൈകിയാണെങ്കിലും ശ്രീ എസ് എൻ സ്വാമിയും ഈ സംവാദത്തിൽ അതിഥിയായി എത്തിയിട്ടുണ്ട്. ശ്രീ എസ് എൻ സ്വാമി, സ്വാഗതം. ശ്രീ സ്വാമി, സിനിമകളിലെ ഉള്ളടക്കം വലിയൊരളവോളം സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട്. സ്വാഭാവികമായും അത് വ്യക്തികളുടെ സ്വഭാവ വ്യതിയാനത്തിലേക്ക് വഴിതെളിക്കുന്നു. സമീപകാലത്തിറങ്ങിയ ഒരു മലയാള സിനിമ വയലൻസിനെ ഗ്ലോറിഫൈ ചെയ്യുന്നത് നാം കണ്ടു. ഒരു വ്യക്തി ഡീസെൻസിറ്റൈസ് ചെയ്യപ്പെടാൻ ഇത് ധാരാളമല്ലേ? എന്ത് കണ്ടാലും ഒരു മരവിപ്പ്, അതൊന്നും നമ്മുടെ രോമത്തിൽ പോലും സ്പർശിക്കുന്നില്ലെന്നൊരു തോന്നൽ ഉണ്ടാകുന്നതിൻ്റെ ദുരന്തമല്ലേ നാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതിനോട് മുഴുവനായിട്ട് പൊരുത്തപ്പെടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും സിനിമയുടെ ചില സാഹചര്യങ്ങൾ, സിനിമയുടെ ചില സംഭവങ്ങൾ ഈ പറയുന്ന വ്യക്തികളെ ഒരു പക്ഷേ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കാം. ഞാൻ ഒരു കാര്യം എക്സാമ്പിൾ പറയാം. പക്ഷേ സിനിമയെ നമ്മൾ മൊത്തമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല. സിനിമയുടെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് മൊത്തമായിട്ടിരിക്കും ഒരു സിനിമയെ ബാധിക്കില്ല. ആ സിനിമയുടെ ഏതെങ്കിലും, ഇപ്പം ഞാൻ പറയാം, വയലൻസ് എന്ന് പറയുന്ന ഒരു വിഷയം, ആ വയലൻസിൽ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം, ഇല്ലെങ്കിൽ ആ വയലൻസ് ഉപയോഗിക്കുന്ന ഒരു രീതി, ഇല്ലെങ്കിൽ ഒരു ആക്ഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ഈ പറയുന്ന പോലെ ഏതെങ്കിലും സാഹചര്യം നിലവിലെ ജീവിതത്തിൽ ഒരാൾക്ക് വരികയാണെങ്കിൽ അയാൾ ആ സിനിമയുടെ ഓർമ്മയിൽ നിന്നും അത് ഉപയോഗിച്ചിട്ടുണ്ടാവാം. അല്ലാതെ സിനിമ അയാളെ ഇൻസ്പയർ ചെയ്തു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അല്ല, നോക്കൂ ശ്രീ സ്വാമി, എസ് എൻ സ്വാമി, വയലൻസ് ആവാം, പക്ഷേ അതിൻ്റെ ഒരു എക്സ്ട്രീമിലേക്ക് പോകുന്നത് ശരിയാണോ? നോക്കൂ, ഒരു കൊലപാതകം കണ്ടിരിക്കാം, പക്ഷേ നിഷ്ഠൂരമായിട്ടുള്ള 4ഉം 5ഉം കൊലപാതകങ്ങൾ അത് ബിഗ് സ്ക്രീനിൽ അവതരിപ്പിക്കുകയാണ്. സ്വാഭാവികമായും അത് ആസ്വദിക്കുന്ന ഒരു വലിയൊരു വിഭാഗം ഉണ്ട്. അതിനോട് യാതൊരു തരത്തിലും താല്പര്യമില്ലാത്തവരെ പോലും പരോക്ഷമായെങ്കിലും അത് സ്വാധീനിക്കുകയല്ലേ? ഇപ്പോൾ അതിന് ശേഷം എടുത്തു നോക്കൂ. ഇപ്പോൾ ചേന്ദമംഗലത്ത് ഒരു യുവാവ് മൂന്ന് പേരെ പക്ഷേ അത് വെട്ടിക്കൊന്നു.
ഇവിടെ വെഞ്ഞാറമൂട്ടിൽ വരുമ്പോൾ 5 പേരെ, ഒരു കൊലപാതക പരമ്പര. അതിനിടയിൽ രാവിലെ തുടങ്ങിയ ഏകദേശം ഉച്ചയോടെ തുടങ്ങിയ കൊലപാതകം, ഇടയ്ക്ക് ഒരു ബ്രേക്ക്, അടുത്ത കൊലപാതകം. അപ്പോൾ നോക്കൂ, ആ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നു. അതിനെ നമ്മൾ ഇനിയും ഗൗരവത്തോടെ എടുക്കുന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന പരിണത ഫലം എന്തായിരിക്കും? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒരു വിശദമായ ചർച്ചയും കാര്യങ്ങളും സിനിമാ സമൂഹവും ഗവൺമെൻറ്റും അതിനോട് കണക്റ്റഡായ ആൾക്കാരും തമ്മിൽ ചർച്ച ചെയ്യുന്നതാണ് അതിന് ഏറ്റവും അഭികാമ്യം. അല്ലാണ്ട് ഒരു വ്യക്തിയുടെ തീരുമാനം മാത്രമായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറയാം, ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ എല്ലാ സിനിമയിലായാലും ഈ പറയുന്ന നിങ്ങൾ എടുത്തു പറയുന്ന സിനിമയിലായാലും എല്ലാ കണ്ടൻറ്റും ഒരുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല ആരെയും. ഈ പറയുന്ന പോലെ ചില പോർഷൻസ്. അതുമല്ല, നമുക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് വിശദമായിട്ട് സൈക്കോളജിക്കലി എങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കണം. ഒരു സിനിമ കാണുമ്പോൾ ഈ സിനിമയിലെ ചില വയലൻസ്, പ്രത്യേക രീതിയിലുള്ള ഹീറോയുടെ ആക്ഷൻസ്, മറ്റുള്ള പല കാര്യങ്ങളും ഒരു സാധാരണക്കാരനെ എങ്ങനെ സൈക്കോളജിക്കലി ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ട് വളരെ ഈ പറയുന്ന, ഇപ്പം ഞാൻ പറയാം, ഇംഗ്ലീഷ് സിനിമയിലൊക്കെ നമ്മൾ വയലൻസ് കാണാറുണ്ട്. അതൊന്നും എന്തുകൊണ്ട് അത്തരം കാര്യങ്ങളും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരുപാട് ഒരു ഘടകമായിട്ട് മാത്രം നോക്കിയിട്ട് നിർത്താനോ ഒതുക്കാനോ പറ്റത്തില്ല. എല്ലാ തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസും ഇതിനകത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുമല്ല, ഇതുവരെ എൻ്റെ ഓർമ്മ ചിലർ അപൂർവം ചില ക്രിമിനൽസ് സിനിമയിൽ നിന്ന് കണ്ടത് അങ്ങനെ തന്നെ അവർക്ക് ഇൻഫ്ലുവൻസ്ഡായി എന്നവർ പറയുന്നുണ്ട്, ഞാനില്ല എന്ന് പറയുന്നില്ല. പക്ഷേ എല്ലാം അതുമാത്രമാണോ കാരണം? ഈ മനുഷ്യൻ്റെ ബേസിക്കായിട്ട് സ്ട്രെസ്സ് എന്ന് പറയുന്ന സാധനം തനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അളവിൽ ഏതെങ്കിലും ഒരു ചോദ്യം തൻ്റെ ഉള്ളിലുണ്ടായാൽ അതിന് ഉത്തരം കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ വയലൻസിലേക്ക് പോകുന്നത്. ആണോ? അല്ലേ? നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു വിഷയം, ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ ആ ഉത്തരം കിട്ടാനുള്ള നമ്മുടെ ധൃതിയും നമ്മുടെ അത്യാവശ്യവും നിറവേറ്റാൻ കഴിയാതെ വരുമ്പോഴാണ് നമുക്ക് സ്ട്രെസ്സ് കൂടുതൽ വരികയും നമ്മൾ പോലും നമ്മുടെ വിവേകത്തെ മറക്കുകയും വിവേചനത്തെ മറക്കുകയും നമ്മൾ വയലൻ്റ് ആവുകയും ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഫസ്റ്റ്. ഈ താമരശ്ശേരിയിലെ കുട്ടികൾ അങ്ങനെ എന്തെങ്കിലും സ്ട്രെസ് അനുഭവിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രാക്ടിക്കലിലേക്ക് വരും. അല്ല, അത് എന്താ സാർ കാരണം? സിനിമ കണ്ടിട്ട് സിനിമ പോലെ അവർ തമാശയ്ക്ക് ചെയ്തതാണെന്നാണോ സാർ പറയുന്നത്? ഒരിക്കലുമല്ല, ഞാനത് പറയുന്നില്ല. ശരിയിലെ കുട്ടികൾ തമാശയ്ക്ക് ചെയ്തു. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അഭിപ്രായ വ്യത്യാസം പറയാറുണ്ട്. ഒന്നുകിൽ പിച്ചും, ഒന്നുകിൽ മാന്തും, നുള്ളും, ഇതൊക്കെയുണ്ട്. അതിലങ്ങ് അവസാനിക്കും. പിറ്റേ ദിവസം കെട്ടിപ്പിടിച്ച് നടക്കുകയും ചെയ്യും. അതവിടെ തീരും. പക്ഷെ അങ്ങനെയല്ല. ഇതൊരു കൊലപാതകം ആസൂത്രണം ചെയ്യുകയാണ്. ഒരു ഗ്രൂപ്പിൽ കൊലപാതകം ആസൂത്രണം ചെയ്യുന്നു. മാരകായുധം എടുത്ത് തലയ്ക്ക് അടിക്കുകയാണ്, തലയോട്ടി പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പറയുന്നത് അതിൽ ഈ സമീപകാലത്തിറങ്ങിയ സിനിമയ്ക്ക് പോലുള്ള സിനിമ ഉണ്ടാക്കിയൊരു സ്വാധീനം അത് കുറച്ച് കാണാൻ പറ്റില്ല. അല്ലാതെ ഈ എന്തെങ്കിലും ഒരു സ്ട്രെസ്സിന് അടിപ്പെട്ട് പെട്ടെന്ന് ചെയ്തതൊന്നുമല്ല. ഇത് ബോധപൂർവം ആസൂത്രണം ചെയ്തതാണ്. അവനിങ്ങനെയൊക്കെ ചെയ്തു. അതായത് DJ പാർട്ടിക്കിടയിൽ എന്തോ കറണ്ട് പോയി, അതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളാണ്. അതിന് കാരണക്കാരൻ ഈ കുട്ടിയാണ്, കൊല്ലപ്പെട്ട കുട്ടിയാണ്. അതുകൊണ്ട് അവന് ഒരു പണി കൊടുക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ കരുക്കൾ നീക്കി കൃത്യമായിട്ട് ആ പ്ലാൻ നടപ്പിലാക്കുന്നു, അതോ ഓപ്പറേഷൻ നടപ്പിലാക്കുന്നു. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മുടെ കുട്ടികൾ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ശ്രീ എസ് എൻ സ്വാമി. 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ആകുലത വർദ്ധിക്കുന്നത്. നമുക്കൊക്കെ മക്കളുള്ളതല്ലേ. എനിക്കും കോളേജിൽ പഠിക്കുന്നൊരു കുട്ടിയുണ്ട്. ഞാൻ സമ്മതിച്ചു.
പക്ഷേ ഞാൻ പറഞ്ഞത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒരു ആസൂത്രിത കൊലപാതകത്തിനോ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കൊലയ്ക്ക് വേണ്ടിയോ ഒരു സിനിമയിലെ സംഭവം ടോട്ടലായിട്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യണു എന്നൊരു കാര്യത്തിന് മാത്രമേ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ. കാരണം സിനിമ എന്ന് പറയുന്ന നമുക്ക് ഒരു കാര്യം നന്നായിട്ടറിയാം, നമ്മൾ എന്ത് സിനിമ എടുത്താലും ആ സിനിമ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷൻ ഉണ്ട്, സെൻസർ ബോർഡുണ്ട്. അവരും കൂടെ അത് കണ്ട് അവർ പാസ്സാക്കിയ സിനിമയാണ് നമ്മൾ പബ്ലിക്കിനെ കാണിക്കുന്നത്. അതിനകത്ത് പാടില്ലാത്തതിനെ പ്രത്യേകം അവർ പറയുന്നുണ്ട്, ഇത്ര വയസ്സ് കാണാൻ പാടില്ല, ഇത്ര അല്ലാതെ ഒരിക്കലും അനുമതി കൊടുക്കില്ല ഗവൺമെൻറ് ഓർ ദി സെൻസർ ബോർഡ്. കൊടുക്കാൻ പാടില്ലായിരുന്നെങ്കിൽ കൊടുക്കാൻ പാടില്ല, അത്രയേ ഉള്ളൂ. കാരണം ഗവൺമെൻറ്റിനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള റിട്ടൺ നോട്ട്സ് ഉണ്ട് അവരുടെ കയ്യിൽ. ഇങ്ങനെ ഇത് ഫോളോ ചെയ്യണമെന്നുണ്ട്. ആ ഫോളോ ചെയ്യുന്ന വിഷയം അവർ നിർബന്ധമായിട്ട് അത് റിലീസിന് ശേഷവും അത് ഈ പറയുന്ന പോലെ അവരുടെ സമ്മതമില്ലാതെ അവരോട് അറിയിക്കാതെ അവർ തിരിച്ചതിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് എതിരായിട്ട് നീങ്ങാനുള്ള നിയമവ്യവസ്ഥതകളുണ്ട് ഇവർക്ക്. അത് സ്ക്രൂട്ടനൈസ് ചെയ്യേണ്ടതും നോക്കേണ്ടതും സെൻസർ ബോർഡാണ്. ശ്രീ എസ് എൻ സ്വാമി, സിനിമ എന്തായാലും ഒരു സന്ദേശം കൊടുക്കണമല്ലോ, സമൂഹത്തിന് മുന്നിൽ ഒരു സന്ദേശം അവതരിപ്പിക്കണം അല്ലേ? ഇത്തരം സിനിമകൾ കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഇപ്പോൾ താങ്കൾ ഒരുപാട് ജനപ്രിയ സിനിമകൾക്ക് തിരക്കഥ എഴുതിയൊരു വ്യക്തിയാണ് അല്ലേ? താങ്കളുടെ സിനിമകൾ ഒരുവിധം എല്ലാം കണ്ടൊരു ആൾ കൂടിയാണ് ഞാൻ. പക്ഷേ നോക്കൂ, ഒരു താരതമ്യം നടത്തി നോക്കിയേ, അക്കാലത്തെ സിനിമകൾ, ഇപ്പോഴത്തെ സിനിമകൾ. ഇവിടെ ഇതുപോലെ വയലൻസ് ഗ്ലോറിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെയൊക്കെ ഡീസെൻസിറ്റൈസ് ചെയ്യുന്ന ഇത്തരം സിനിമകൾ കാണാൻ ആളുകൾ തള്ളിക്കയറുകയാണ് തിയേറ്ററുകളിലേക്ക്. ഇപ്പോൾ അത് OTT പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്, തീരുന്നില്ല, അത് കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് സന്ദേശമാണ് ഇത്തരം സിനിമകൾ കൊടുക്കുന്നത്? ഇത്തരം സിനിമകൾ സന്ദേശത്തിന് ഉദ്ദേശിച്ചെടുക്കുന്നതല്ലേ. ഇത്തരം സിനിമകൾ ഒരു കമേഴ്ഷ്യൽ ബാധ്യതയ്ക്ക് വേണ്ടി മാത്രമായിട്ട് എടുക്കുന്നതാണ്. അല്ലാതെ അതിനകത്ത് ഒരു സന്ദേശം കൊടുക്കണോ എന്നൊന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അതിനകത്ത് അർത്ഥവുമില്ല പറയുന്നതിനകത്ത്. അതൊരു കമേഴ്ഷ്യലായിട്ടുള്ള ഒരു ഔട്ട്പുട്ടിന് വേണ്ടി മാത്രം എടുക്കുന്ന സിനിമകളാണ്. ഡോക്ടർ അരുൺ ബി നായർ, കമേഴ്സ്യൽ ആസ്പെക്റ്റിൽ മാത്രം സിനിമ എടുത്താൽ മതിയോ? ഡോക്ടർ അരുൺ ബി നായർ, സമൂഹത്തിന് നല്ല സന്ദേശങ്ങൾ കൊടുക്കുന്ന കണ്ടന്റ് കൂടി വേണ്ടേ അല്ലേ? തീർച്ചയായിട്ടും എല്ലാ മാധ്യമങ്ങളും സമൂഹത്തെ സ്വാധീനിക്കാറുണ്ട്. സിനിമ അക്കൂട്ടത്തിൽ വളരെ അധികം സ്വാധീന ശക്തിയുള്ള ഒരു മാധ്യമമാണ് എല്ലാ കാലഘട്ടത്തിലും. കാരണം സമൂഹത്തിൽ ഒരുപാട് ചെറുപ്പക്കാർ, വിദ്യാർത്ഥികളടക്കം ഈ സിനിമാ താരങ്ങളെ ആരാധിക്കുന്നു, അവരെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നു. ഒരു യാഥാർത്ഥ്യമാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നൊരു 3 വയസ്സ് കഴിയുമ്പോഴാണ് കുട്ടികളുടെ ദൃശ്യസ്മൃതി അല്ലെങ്കിൽ വിഷ്വൽ മെമ്മറി എന്നൊരു കഴിവ് വികസിക്കുന്നത്. കാണുന്ന രംഗങ്ങളൊക്കെ തലച്ചോറിൽ ശേഖരിച്ചു വെച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു വ്യഗ്രത. 12 വയസ്സിനും 18 വയസ്സിനും ഇടയ്ക്കുള്ള പ്രായത്തിലാണ് ഗുണദോഷ യുക്തി വിചാരം, ക്രിട്ടിക്കൽ തിങ്കിങ് എന്നൊരു കഴിവ് വികസിക്കുന്നത്. ഈ കാണുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാകണമെന്നില്ല, നല്ലതാകണമെന്നില്ല, അനുകരണീയമാകണമെന്നില്ല, വേണ്ടെന്ന് സ്വീകരിച്ച് ബാക്കി തള്ളിക്കളയാനുള്ള ഒരു കഴിവാണ്. ഒരു 18 വയസ്സ് എന്നുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു അതിർവരമ്പ് ഇത്തരം വയലന്റ് സിനിമകൾ, ഈ അഡൽട്ട് ഉള്ളി സിനിമകൾക്ക് വെച്ചിരിക്കുന്നതിന്റെ ഒരു അടിസ്ഥാനം അതാണ്. പക്ഷെ നമുക്കിന്ന് അറിയാവുന്നത് പോലെ പലപ്പോഴും തിയേറ്ററിൽ റിലീസ് ചെയ്യാനായിട്ട് ഒരു അഡൽട്സ് ഉള്ളി സർട്ടിഫിക്കറ്റോടുകൂടി ഈ സിനിമ ഇറങ്ങുന്നുവെങ്കിലും ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇത് OTT പ്ലാറ്റ്ഫോമുകളിൽ എത്തുന്നു. OTTയുടെ ഭാഗമായി കഴിഞ്ഞാൽ ഇത് എല്ലാ പ്രായത്തിലുള്ള കുട്ടികൾക്കും സാർവത്രികമായിട്ട് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. കുട്ടികളുടെ മൊബൈലിൽ തന്നെ ഇത് ആക്സസ് ചെയ്യാനും കാണാനും ആഘോഷിക്കാനും കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് വളരെയധികം ചടുലമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു യുവതലമുറ, വേഗത്തെ ആരാധിക്കുന്ന, അവർ കളിക്കുന്ന ഓൺലൈൻ ഗെയിമുകളാണെങ്കിലും എല്ലാത്തിനും വേഗത ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പൊ ഈ വളരെ ചടുലമായ രംഗങ്ങൾ അടങ്ങിയിട്ടുള്ള ഇത്തരം ആക്ഷൻ സിനിമകൾ തീർച്ചയായിട്ടും അവരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് കൗമാരപ്രായക്കാരായിട്ടുള്ള ആളുകൾ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള രംഗങ്ങൾ വരികയും അതൊരു ഹീറോയിസത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ അത് അവതരിപ്പിക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ കൂടുതൽ അത് കുട്ടികളെ സ്വാധീനിക്കാൻ സാധ്യത കൂടുന്നു എന്നുള്ളതാണ്. പിന്നെ മനസ്സ് മരവിപ്പിക്കുന്ന തരത്തിലുള്ള ക്രൂരതയുടേതായിട്ടുള്ള രംഗങ്ങൾ, അതെന്ത് കാരണം കൊണ്ടാണ് എങ്കിൽ പോലും ഒരു അധോലോക സംഗതിയുടെ ഭാഗമായിട്ടാണ് വരുന്നത് എങ്കിൽ പോലും
അത് തീർച്ചയായിട്ടും ഈ ചെറുപ്രായത്തിലുള്ള കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് ശക്തമായിരിക്കും. ഇപ്പോ ഹോളിവുഡ് സിനിമകളിൽ വയലൻസ് ഉണ്ട്, യാഥാർത്ഥ്യമാണ്. പക്ഷേ അമേരിക്കയിലെ സ്കൂളുകളിൽ വല്ലപ്പോഴെങ്കിലും നമ്മൾ കാണുന്ന ചില സംഭവങ്ങൾ, കേൾക്കുന്ന ചില സംഭവങ്ങളുണ്ട്. ഒരു വ്യക്തി സ്കൂളിനുള്ളിലേക്ക് ഒരു തോക്കുമായിട്ട് കടന്നു ചെല്ലുന്നു, 16 പേരെ വെടിവെച്ച് കൊല്ലുന്നു, 27 പേരെ വെടിവെച്ച് കൊല്ലുന്നു. സ്വാഭാവികമായി അവിടെ ഇറങ്ങുന്ന സിനിമകളിൽ കാണുന്ന വയലൻസിന്റെ ഒരു സ്വാധീനം ഇത്തരം കാര്യങ്ങളിലും ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഉത്തരവാദിത്വമുള്ള മാധ്യമം എന്നുള്ള നിലയിൽ സിനിമ തീർച്ചയായിട്ടും എല്ലാ സിനിമകളും സാമൂഹിക ഉദ്ധാരണ സന്ദേശങ്ങൾ പകരണം എന്നൊന്നും പറയുന്നില്ല. കലാമൂല്യത്തിന്റെ അടിസ്ഥാനത്തിലും സിനിമകൾ എടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ സിനിമകൾ സമൂഹത്തിന് നശീകരണത്തിന് ഉതകുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ ഉള്ളതാകരുത്. കുട്ടികളുടെ മനസ്സിനെ മലീമസമാക്കുന്ന, അവർ അനുകരിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ അരാജകത്വം പൊട്ടിപ്പുറപ്പെടാവുന്ന തരത്തിലുള്ള രംഗങ്ങളോടുകൂടി സമ്പുഷ്ടമായി സിനിമയുടെ വാണിജ്യവൽക്കരണം നടത്തുന്നത്. സിനിമ മാത്രമല്ല, മറ്റ് ഏതുതരം OTT പ്ലാറ്റ്ഫോമുകളിൽ ഉണ്ടാകുന്ന സീരീസുകൾ അടക്കം എല്ലാത്തരം കാര്യങ്ങളും, ഇത്തരം സംഗതികൾ അത് നിയന്ത്രണ വിധേയമായി തന്നെ നടക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ യുവതയെ വല്ലാതെ സ്വാധീനിക്കും, ദോഷകരമായ രീതിയിൽ തന്നെ സ്വാധീനിക്കും. ഇപ്പോൾ ഡോക്ടർ അരുൺ, ഇപ്പോൾ നോക്കൂ, ഈ 70കളിലും 80കളിലും ഒക്കെ നമ്മുടെ കലാലയങ്ങളിൽ ശുഭിത യൗവനങ്ങളുണ്ടായിരുന്നു അല്ലേ? അവർ കലഹിച്ചത്, ക്ഷോഭിച്ചത് സമൂഹത്തിലെ തെറ്റായ വ്യവസ്ഥകളോട്, വ്യവസ്ഥിതികളോട്, അതുപോലെ ജീർണതകളോടൊക്കെയാണ് കലഹിച്ചത് അല്ലേ? അത് കുറേ കൂടി അത് ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ കൂടിയായിരുന്നു അവരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടത്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ തന്നെ കലാലയത്തിലേക്ക് പോകണ്ട, വിദ്യാലയങ്ങളിൽ ഉള്ളവർ തന്നെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ആയുധം കയ്യിലെടുക്കുന്നു. തലയോട്ടി തകർക്കുന്ന തരത്തിൽ അവർ ആ ക്രിമിനലിസത്തിലേക്ക് വഴിമാറുന്നു. അതൊക്കെ നമ്മൾ കുറേ കൂടി സീരിയസ് ആയിട്ട് എടുക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ? ഇതിപ്പോൾ നോക്കൂ, നേരത്തെ സുഭാഷ് ബാബു സാർ പറഞ്ഞതുപോലെ ഇതിപ്പോൾ അവരുടെ ബാലാവകാശം വരും, മനുഷ്യാവകാശം വരും. ഇത്തരം ആ ഒരു പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അതിൻ്റെ നടത്തിപ്പ് ഭാവിയിൽ ഒരുപക്ഷെ ഇവർ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായേക്കാം. ഇവിടെ തന്നെ കേരളത്തിലെ ക്യാമ്പസുകളിൽ നടന്ന റാഗിങ് എത്ര പേരെ ശിക്ഷിച്ചിട്ടുണ്ട്? എൻ്റെ അനുഭവത്തിൽ, എൻ്റെ ഈ മാധ്യമപ്രവർത്തക ജീവിതത്തിൽ ഞാൻ കണ്ടത് ഒരേ ഒരു കേസിൽ മാത്രമാണ്. അതായത് ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത ഒറ്റ ഒരു കേസിൽ മാത്രമേ പ്രതികളെ ശിക്ഷിച്ചിട്ടുള്ളൂ. അവർ തന്നെ വിടുതലായി എന്ന് തോന്നുന്നു. അധിക കാലമൊന്നും അവർ ജയിലിൽ കിടന്നിട്ടില്ല. അവിടെയും കുട്ടികളല്ലേ, അവർക്ക് പ്രായമില്ലല്ലോ, പക്വതയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ലാഘവത്തോടെ മാത്രം ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യപ്പെട്ടാൽ മതിയോ? കുട്ടികളാണെങ്കിലും അവർ ക്രിമിനലുകളാണ് എന്ന തിരിച്ചറിവിൽ കൈകാര്യം ചെയ്യേണ്ട സമയവും അതിക്രമിച്ചില്ലേ അല്ലേ? അതിന് ഈ നമ്മുടെ നിലവിലുള്ള നിയമ സംവിധാനത്തിൽ ഒരു അഴിച്ചുപണിയും നല്ലതല്ലേ? തീർച്ചയായിട്ടും ശ്രദ്ധേയമായിട്ടുള്ള നിരീക്ഷണങ്ങൾ തന്നെയാണ്. 70കളിലും 80കളിലും സമൂഹത്തില് തീർച്ചയായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ യുവാക്കൾ നേരിട്ടിരുന്നു. തൊഴിലില്ലായ്മയും മുതിർന്ന തലമുറയുടെ അധീശത്വവും അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ അന്ന് ഈ ചെറുപ്പക്കാരെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരുന്നത് അച്ചടി മാധ്യമങ്ങളും പിന്നെ ഒരു പരിധി വരെ സിനിമ നേരിയ തോതിലും എന്നുള്ള തരത്തിലായി. ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായിട്ട് വിഷ്വൽ സ്റ്റിമുലൈ, ദൃശ്യ രൂപത്തിലുള്ള ഉത്തേജനങ്ങളെ സ്വീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയാണ്. വായന എന്ന് പറഞ്ഞൊരു സംഗതി കുറഞ്ഞു വരുന്നു. വായിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു ഓൺലൈൻ റീഡിങ്ങിലേക്ക് പോകുന്നു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റുന്ന റീൽസ്, ഷോർട്സ് തുടങ്ങിയ രീതിയിലേക്ക് ചെറുപ്പക്കാരുടെ ശ്രദ്ധ മാറിപ്പോകുന്നു. ഇതെല്ലാം ഈ ജീവിതത്തിന്റെ ചടുലത വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ആ ചടുലത വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു വിഷയത്തെ അതിന്റെ സമഗ്രതയിൽ, അതിന്റെ ആഴത്തിൽ വിലയിരുത്താൻ കഴിയാതെ വളരെ ഉപരിപ്ലവമായ ചില ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം വിലയിരുത്തി പ്രതികരിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് അത് നയിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് ഒരുപക്ഷെ ഈ യുവാക്കളുടെ ഇടയിൽ നിലനിൽക്കുന്ന ഒരു ധാർമ്മിക ശൂന്യത എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ലക്ഷ്യബോധമില്ലായ്മ എന്ന് പറയുന്ന ഒരു അവസ്ഥ സംജാതമായിരിക്കുകയാണ്. അതിപ്പോൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞുകൂടാ. 1960കളിൽ ലോകവ്യാപകമായി സമാനമായിട്ടുള്ള അവസ്ഥ ഉണ്ടായിരുന്നു. സുഖഭോഗങ്ങളിൽ ആറാടുകയാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് ചിന്തിക്കുന്ന ഹെഡോണിസം എന്ന് പറയുന്ന ഒരു തത്വചിന്ത ഉയർന്നു വന്നു. ചലച്ചിത്രത്തിലും സംഗീതത്തിലും സാഹിത്യത്തിലും അതിന്റെ അലയൊലികൾ ഉണ്ടായി. സ്വതന്ത്ര ലൈംഗികതയും ലഹരികളുടെ ഉപയോഗവും ഒക്കെ ജീവിതത്തിന്റെ ലക്ഷ്യമായി മാറുന്ന ഒരു അവസ്ഥ വന്നു. 1981 അമേരിക്കയിലെ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ 5 ചെറുപ്പക്കാരിൽ HIV എന്ന ഒരു വൈറസ് കണ്ടെത്തുന്നത് വരെ ആ ഒഴുക്ക് തുടർന്നു. അത് കഴിഞ്ഞ് ഇതിന്റെ ഒരു ഭീതി മനുഷ്യനെ അതിൽ നിന്ന് പുറകോട്ട് മാറ്റുകയും ചെയ്തു.
ഏതാണ്ട് ഒരു തലമുറയിലധികം കഴിഞ്ഞു. ഇപ്പോൾ വീണ്ടും ഒരു ഹെഡോണിസ്റ്റ് സ്പ്രീയിലേക്ക് നമ്മുടെ സമൂഹം പോവുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഡൽഹിയിൽ നടന്ന നിർഭയ സംഭവത്തെ തുടർന്നാണ് ഈ പ്രായപൂർത്തിയാകാത്ത കുറ്റം ചെയ്യുന്ന വ്യക്തികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഗൗരവമായ ചർച്ചകൾ വന്നു. അതിലൊരു 16 വയസ്സുള്ള ഒരു കുട്ടി ഏറ്റവും ക്രൂരത കാട്ടി എന്നുള്ള ഒരു സംഗതി അന്നത്തെ നിയമത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു ദുർഗുണ പരിഹാര പാഠശാല പോലത്തെ ഒരു കേന്ദ്രത്തിൽ നിർത്തുക എന്നുള്ളത് മാത്രമേ സാധ്യമായിരുന്നു. അതിനുശേഷമാണ് നിയമത്തിൽ ഒരു ഭേദഗതി വന്ന് 16നും 18നും ഇടയ്ക്കുള്ള ഒരു വ്യക്തി ചെയ്യുന്ന കുറ്റകൃത്യത്തിന്റെ തീവ്രതയനുസരിച്ച് ആവശ്യമുള്ള പക്ഷം നിയമ സംവിധാനങ്ങൾക്ക് അദ്ദേഹത്തെ ഒരു മുതിർന്ന വ്യക്തിയെ പോലെ വിചാരണ ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നുള്ള മട്ടിൽ. പക്ഷെ അവിടെയും ഈ പറഞ്ഞതുപോലെ പൊതുവെ അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് പോലും ഇതൊരു കൗമാര സഹജമായ ഒരു അബദ്ധമായി കരുതി അതിനെ ക്ഷമിക്കുന്ന ഒരു മനോഭാവത്തിലേക്കാണ് പൊതുവെ നമ്മുടെ സമൂഹവും നീതിന്യായ സംവിധാനങ്ങളും അന്വേഷണ സംഘങ്ങളും എല്ലാം പൊക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ വിദേശ രാജ്യങ്ങളിലും മറ്റും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ആ കുറ്റകൃത്യം ചെയ്ത വ്യക്തിയുടെ റിഫോമബിലിറ്റി എത്രത്തോളം അദ്ദേഹം നന്നാകാനുള്ള സാധ്യതയുണ്ട്, സമൂഹത്തിന് നല്ല സംഭാവനകൾ നൽകാൻ സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ശാസ്ത്രീയമായി വിലയിരുത്തി അതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. ആ വ്യക്തിയുടെ വ്യക്തിത്വം, അദ്ദേഹത്തിന്റെ മുൻകാല ക്രിമിനൽ പശ്ചാത്തലം, മറ്റുള്ള ആളുകളോടുള്ള ഇടപെടൽ, അദ്ദേഹത്തിന് ലഭ്യമായ സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം, കുടുംബ സംവിധാനങ്ങൾ അടക്കമുള്ള സംഗതികൾ, ലഹരി ഉപയോഗം അടക്കമുള്ള സംഗതികൾ, എന്തെങ്കിലും ഈ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാൻ കാരണമാകുന്ന സംഗതികളുണ്ടോ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ സമഗ്രമായി വിലയിരുത്തിയ ശേഷമാണ് ഈ റിഫോമബിലിറ്റി തീരുമാനിക്കുന്നത്. അതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ശിക്ഷ നൽകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. റിഫോമബിൾ ആണ് എങ്കിൽ ചെറിയ തോതിലുള്ള ശിക്ഷ നൽകി ആ ശിക്ഷയിൽ അത് അവസാനിക്കുന്നില്ല. അതിനുശേഷം അദ്ദേഹത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ള ചില സാമൂഹിക ഇടപെടലുകൾ, ചില പരിശീലനങ്ങൾ, ചില നൈപുണ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെ പരിശീലിപ്പിച്ച് അത് ഉപയോഗിച്ച് ആ വ്യക്തിക്ക് സമൂഹത്തിൽ ഉപജീവനം കഴിക്കാനുള്ള ഒരു സാഹചര്യം കൊടുത്ത് അവനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുപോകുക. മെയിൻ സ്ട്രീമിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ്, അത് അത്യാവശ്യമാണ്. അല്ലാതെ പലപ്പോഴും ഈ കറക്ഷണൽ ഹോംസ് എന്ന പേരിൽ നമ്മൾ ജയിലുകളിലും അത്തരം സ്ഥാപനങ്ങളും ഒക്കെ പലപ്പോഴും അവിടെ ഈ ഒരു കറക്ഷൻ എന്നൊരു പ്രക്രിയ ശാസ്ത്രീയമായ രീതിയിൽ നടക്കുന്നില്ല. അത് നമുക്ക് സംവിധാനങ്ങളെ കുറ്റം പറയാനും പറ്റില്ല, കാരണം ജനസാന്ദ്രത കൂടുതലുള്ള പ്രദേശമാണ്. പക്ഷെ എങ്കിലും ഇനി അങ്ങോട്ടെങ്കിലും വല്ല പരിഷ്കൃത സമൂഹങ്ങളിലെല്ലാം കുറ്റകൃത്യം ചെയ്തൊരു വ്യക്തി അത് ആവർത്തിക്കാതിരിക്കുന്നത് എങ്ങനെയെന്ന ശാസ്ത്രീയമായ ഇടപെടലുകൾ നടക്കുമ്പോൾ നമ്മളും അത്തരത്തിലുള്ള ശാസ്ത്രീയമായ ദിശയിലേക്ക് തന്നെ നീങ്ങിയേ പറ്റൂ. ഇല്ലെങ്കിൽ ഈ സമൂഹത്തിൽ പറഞ്ഞു തീർക്കാൻ കഴിയാത്ത വിധമുള്ള ദുരന്തങ്ങൾക്ക് നാം സാക്ഷ്യം വഹിക്കും. ശ്രീ എസ് എൻ സ്വാമി, സിനിമ നമുക്ക് മാറ്റി നിർത്താം. ഈ താമരശ്ശേരി കൊലപാതകത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ കുട്ടികളെ എങ്ങനെ തെറ്റുതിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവും? ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പണ്ടും വളരെ വർഷങ്ങൾക്ക് മുമ്പും പലപ്പോഴായിട്ട് സ്കൂളുകളിലും കോളേജിലൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയമാണ്. ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തം ഈ പറയുന്ന കുട്ടികളെ അവരുടെ യഥാർത്ഥ സ്വഭാവമായിട്ട് നമ്മൾ ഒരിക്കലും ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഇവിടുത്തെ ഒരുപക്ഷെ ശാസ്ത്രീയമായിട്ടുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിവില്ലായിരിക്കാം. നേച്ചറിന് മാത്രമേ അവരെ തിരുത്താൻ പറ്റുള്ളൂ. ആ നേച്ചറുമായിട്ടുള്ള ഇടപെടലുകൾ ആ കുട്ടികളിൽ ചെറുപ്പം മുതലേ തുടങ്ങിയാൽ അവർ വയലൻ്റ് ആവാൻ പറ്റില്ല, അവരൊരിക്കലും അധാർമികത കാണിക്കാൻ പറ്റില്ല. കാരണം നേച്ചറിനെ പോലെ ഇത്രയും സെക്യൂർഡായിട്ടുള്ള ഒരു എനർജി വേറെ ഒന്നിലുമില്ല. ഒരുപക്ഷെ സയൻസ് അത് അംഗീകരിക്കില്ലായിരിക്കാം, കാരണം അതിന് തെളിവുകളില്ല, പ്രാക്ടിക്കലായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ പറയും എന്നും അതെ, ഈ കുട്ടികളെ ചെറുപ്പം മുതലേ നേച്ചറിൻ്റെ ഏതെല്ലാം വശങ്ങളിൽ ഏതെല്ലാം തരത്തിൽ അവരെ ഇടപെടിപ്പിക്കാൻ പറ്റുമോ, അവരെ അതിലേക്ക് ഇഴുകി ചേർക്കാൻ പറ്റുമോ, ഈ പറഞ്ഞ വിദ്യാഭ്യാസത്തിനൊപ്പം അവരുടെ മാനസിക വളർച്ച കൂടെ ഉണ്ടാവും. ഇപ്പോൾ മാനസിക വളർച്ചയ്ക്ക് വിദ്യാഭ്യാസത്തിൽ സ്ഥാനമില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം മുഴുവൻ. ഇതിപ്പോൾ എല്ലാവരിലും ഒരുപോലെ ആവണമെന്നില്ല, എണ്ണപ്പെട്ട 1-2 പേരിലാവാം. അവർക്ക് ഏതെങ്കിലും സാഹചര്യം കിട്ടുമ്പോൾ അവരുടെ മനസ്സിലെ ഈ പ്രശ്നങ്ങൾ അവർക്ക് ഉണർത്താൻ, ഇല്ലെങ്കിൽ അവരെ അതിനെ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യാൻ ഏതെങ്കിലും വിഷയം കാണുമ്പോൾ അവർ ഉത്തേജിതരാകും. ഇത് ഏത് കാലഘട്ടത്തിലും വേണമെങ്കിൽ ഇത് സംഭവിക്കാം. പക്ഷേ ഫണ്ടമെൻ്റലി വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ഉദ്ദേശം ഈ പറയണ പോലെ ഈ ഭൗതിക വികസനം മാത്രമല്ല, മാനസികമായ വികസനം വളരെ മസ്റ്റാണ്. ഇന്നതില്ല, ഒരു വിദ്യാഭ്യാസത്തിലും ഇല്ല. അതാണ് ഇതിൻ്റെ ദോഷത്തിൻ്റെ മൂല കാരണം. അത് ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരേ ഒരു സംഘടനയ്ക്ക് മാത്രമേ അതിലെന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. വിദ്യാഭ്യാസത്തിൻ്റെ ഒപ്പം കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്ക് വേണ്ട എന്തെല്ലാം ഉണ്ടോ, സയൻറ്റിഫിക്കായിട്ടായാലും എങ്ങനെയായാലും അത് ചെയ്തിരിക്കണം.
ആ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ദുഃഖം പറഞ്ഞു അവോയ്ഡ് ചെയ്യാമായിരുന്നു. ഓക്കെ, ശ്രീ സുഭാഷ് ബാബു. ഹലോ ശ്രീ സുഭാഷ് ബാബു, ശ്രീ എസ് എൻ സ്വാമി മുന്നോട്ട് വച്ചൊരു നിർദ്ദേശം അത് സ്വാഗതാർഹമാണോ? പറഞ്ഞു. അത് സ്വാഗതാർഹമാണ്. കാരണം നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളുമായിട്ട് ഇടപഴകുന്ന കാര്യങ്ങളാണല്ലോ അദ്ദേഹം പറഞ്ഞത്. സാഹചര്യങ്ങൾ മാത്രം അയാളെ ശരിയാക്കി കൊണ്ടുവരുന്ന കാലമുണ്ടായിരുന്നു. പക്ഷേ ഇന്നും അതൊക്കെ നടക്കും. പക്ഷേ എങ്ങനെ സാഹചര്യങ്ങളിപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്രാപ്യമായിരിക്കുന്നു. നമ്മൾ പുതിയൊരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വിവക്ഷിക്കുന്ന ആ സാഹചര്യത്തിലേക്ക് നമ്മൾ എത്താൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. എന്നാലും ശരി, അദ്ദേഹം പറഞ്ഞതനുസരിച്ച് മുമ്പ് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, അർത്ഥവത്തായ കാര്യമായിരുന്നു. അതേ രീതിയിലായിരുന്നു ആളുകൾ വളർന്നതും. പക്ഷേ ഇന്ന് ആ സാഹചര്യങ്ങളൊന്നും കാണാനും അനുഭവിക്കാനും ആ കുട്ടികളെ സംബന്ധിച്ചുള്ള യുവതലമുറയ്ക്കൊന്നും സാധ്യതയില്ല. ഇതൊക്കെ ഒരു എന്താണ് പറഞ്ഞാൽ പാശ്ചാത്യൻ സംസ്കാരം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറി. എല്ലാം നമ്മൾ അതാണ് നോക്കിക്കാണുന്നത്. അല്ല, പണ്ട് അതല്ല. നാട്ടിൻ്റേതായ തനിമ എന്താ എന്ന് കണ്ടറിഞ്ഞ് വളരുന്ന അവസരത്തിൽ ആളുകളെ കണ്ടിട്ടും അവിടുത്തെ സാഹചര്യങ്ങൾ കണ്ടിട്ടും അവിടുത്തെ ആഘോഷങ്ങൾ കണ്ടിട്ടും അവിടുത്തെ പെരുമാറ്റങ്ങൾ കണ്ടിട്ടും അവിടുത്തെ വ്യക്തികൾ തമ്മിലുള്ള ആശയവിനിമയം കണ്ടിട്ടും അവർ പരസ്പരം സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും കണ്ടിട്ടും വളർന്നു. ആ സാഹചര്യം പോയി. അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സാഹചര്യം ഇന്നില്ല. ആ സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രീ എസ് എൻ സ്വാമി അദ്ദേഹം പറഞ്ഞ സാഹചര്യം 100% ശരിയാണ്. പക്ഷേ അതിലേക്ക് നമ്മൾ എത്തിക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, യെസ്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ചേന്നമംഗലത്ത് യുവാവ് ഒരു കുടുംബത്തിലെ 3 പേരെ വെട്ടിക്കൊന്നു. ബെഞ്ഞാറമൂട്ടിൽ കൊലപാതക പരമ്പരയിൽ ഒരു യുവാവെടുത്തത് 5 ജീവനുകളാണ്. താമരശ്ശേരിയിലെ വിദ്യാർത്ഥി സംഘർഷത്തിലൊരു 10ാം ക്ലാസ്സുകാരനാണ് കൊല്ലപ്പെട്ടത്. കുട്ടിക്കൊലയാളികളുടെ എണ്ണം പെരുകുന്നു. നാട്ടിലെ നിയമ സംവിധാനങ്ങൾ നോക്കുകുത്തിയാവുന്നു. അതിനാൽ സ്വന്തം മകനും മകളും വഴിതെറ്റിപ്പോകാതിരിക്കാൻ മാതാപിതാക്കൾ സദാ ജാഗരൂകരായിരിക്കണം. അവർ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ അടുത്തറിയാൻ സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ജനഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.